ഫുൾ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ആ കാണാം സാറേ. ഓക്കെ. 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 നമ്മുടെ പിന്നെ ഇന്നത്തെ സെഷനും പിന്നെ നമ്മുടെ ഇതൊക്കെ മലയാളമാണ്. അതിൽ നമ്മുടെ സ്ക്രീനും ഒക്കെ മലയാളമാണ്. നമുക്കറിയാലോ, നമ്മൾ ഏതൊരു പിന്നെ രാവിലെയും നമ്മൾ ഉണരുന്ന വേണ്ടിയിട്ട് നല്ലൊരു പ്രതീക്ഷകളും നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആൾക്കാരും ശോഭനമായ നാളേക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെയാണ് നമുക്കും പിന്നെ സമ്പത്തും ബാക്കിയൊക്കെ കാര്യങ്ങൾ അല്ലേ? അതിന്റെ പിന്നെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, വെസ്റ്റ് കമ്പനിയുടെ ബിസിനസ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഡൗട്ടും ഇല്ലാതെ തീർച്ചയായിട്ടും നമുക്ക് 100% വിശ്വാസത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ് വെസ്റ്റീജ്. കാരണം 21 വർഷമായ കമ്പനിയാണ്. നമ്മുടെ ലീഡേഴ്സ് എന്ന് പറയുന്നറിയില്ല, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ കമ്പനി ഓണേഴ്സ് ആണ് ഉള്ളതിൽ. മിസ്റ്റർ ദീപക് സൂദ്, അതുപോലെ തന്നെ ഗൗതം പാലി സാറ്, കർണർ സിംഗ്, മൂന്ന് പിന്നെ പാർട്ട്നേഴ്സ് ആണ് നമ്മുടെ കമ്പനിക്ക്. മൂന്ന് പേരാണ് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിന്നിംഗ് ടീം സിസ്റ്റം. അപ്പോൾ വെസ്റ്റീജും വിന്നിംഗ് ടീം കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പിന്നെ നിബന്ധനകൾ, നമ്മുടെ സ്വന്തം പിന്നെ എന്താ പറയാ, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുക. സ്വാ- എന്താ എല്ലാത്തൊരു സ്വാതന്ത്ര്യം, അതായത് നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമുക്ക് ജീവിക്കാൻ ഏത് രീതിയിലും പിന്നെ എന്ത് എൻജോയ്മെന്റ് എല്ലാം നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ഓണറോ, അത് നമ്മുടെ ഒരു പിന്നെ ബോസോ, നമ്മൾ മുതലാളി മാനേജറോ അങ്ങനെ ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ എല്ലാം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് അറിയാലോ, നമുക്ക് ഒരു ഏത് കമ്പനി തുടങ്ങുമ്പോഴും നമുക്കറിയാം, നമ്മൾ അതിന്റെ കമ്പനിയെ കുറിച്ചിട്ട്, ഏത് ബിസിനസ് തുടങ്ങുന്ന കമ്പനിയെ കുറിച്ചിട്ടും അത് പിന്നെ പിന്നെ എന്തൊക്കെയാണ് ബിസിനസ് കമ്പനിയുടെ കാര്യങ്ങളും കമ്പനിയുടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ, നമുക്ക് ഇതിനെ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ഇരുന്ന് പിന്നെ നോക്കാനുണ്ട് അല്ലെ? നമുക്ക് ഒരുപാട് സർട്ടിഫിക്കേഷൻസും അംഗീകാരവും ഒക്കെ കിട്ടിയ കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കമ്പനി 100% ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് ആരോഗ്യം, നമുക്ക് കമ്പനി മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആരോഗ്യമാണ് അല്ലെ? നമ്മുടെ മെയിൻ ആയിട്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ബിസിനസ്സുമായിട്ടും എവിടെയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതില് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കിതിൽ ഇന്നത്തെ മെയിൻ ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് സെഷൻ ആണ്. നമുക്ക് പ്രൊഡക്റ്റ് സെഷൻ കഴിഞ്ഞ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇൻകം സെഷൻ കൂടി നമുക്ക് അവതരിപ്പിക്കാം. ഇതില് പിന്നെ അറിയാലോ, ആളുകൾ അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ തിരയുന്നു. അതായത് നമ്മുടെ ഓരോ ആൾക്കാരും നമ്മുടെ മുമ്പിൽ നമ്മളടക്കം നമ്മളെപ്പോഴും പിന്നെ എന്താണ് പ്രൊഡക്റ്റുകൾ, എങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും നമുക്ക് തിരഞ്ഞെടുക്കുക മാർക്കറ്റിൽ അല്ലെ? നമ്മൾ എളുപ്പവും നല്ല സുരക്ഷിതമായ പ്രൊഡക്റ്റുകളായിരിക്കും ഉപയോഗിക്കുക അല്ലെ? നമുക്കൊരു എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ ഒരു പ്രോബ്ലംസും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുപോലെ മിതമായ നിരക്കിൽ കുടുംബത്തിന് ദൈനംദിന ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അല്ലെ? നമുക്ക് പിന്നെ ദൈനംദിനമായ ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം. സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഗവേഷണം നടത്തിയതും ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും പിന്നെ അതിന് ശാസ്ത്രീയമായി ഗവേഷണം നടത്തിയതും നമ്മൾക്ക് ഗവേഷണം നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഉയർന്ന നിലവാരം, നല്ല നിലവാരമുള്ളതാണ്. അതായത് നമുക്ക് പല പ്രൊഡക്റ്റുകളും ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ക്വാളിറ്റി, വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് സാധാരണ പ്രൊഡക്റ്റുകളെ കമ്പനി മറ്റ് പല കമ്പനികളും കൊടുക്കാറ്. പക്ഷെ നമ്മുടെ ഈ കമ്പനി അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേ ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നമുക്ക് 450 കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടെ നമ്മൾ അതിന്റെ 100% നമുക്ക് കോൺഫിഡൻസോട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട് ഇവിടെ ഉണ്ട്. കാരണം അത്രയ്ക്കും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് നേരിട്ട് പ്രൊഡക്റ്റിലോട്ട് തന്നെ പോവാം. നമുക്ക് പ്രൊഡക്റ്റിനെ കുറെ വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങളോട്, പ്രൊഡക്റ്റ് എന്തൊക്കെ പ്രൊഡക്റ്റ് കമ്പനിയുണ്ട്? ജോയിൻ ചെയ്തുകൊണ്ട് ആൾക്കാർ ചോദിക്കുകയാണ് എന്തൊക്കെ കമ്പനി പ്രൊഡക്റ്റുകളുണ്ട്. മിക്ക ആൾക്കാരും രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് പറഞ്ഞു ഉറപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കമ്പനി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കമ്പനി ഇത്ര വർഷമായ കമ്പനിയാണ്, ഇതാണ് നമ്മുടെ പിന്നെ ഫൗണ്ടർ കോ ഫൗണ്ടർ ഒക്കെ ഉള്ള ആൾക്കാർ ഇതാണ് ഈ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ 19 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനെ തിരിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും അങ്ങനെ പറയണം. നമുക്ക് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ 19 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ചിലപ്പോൾ അവർക്ക് ബെസ്റ്റ് പ്രൈം നമ്മുടെ അഗ്രി സെക്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ അവര് ഏതെങ്കിലും കളർ കോസ്മെറ്റിക് സെക്ഷൻ ആയിരിക്കാം ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ അവർക്ക് ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, ചിലപ്പോൾ ഫുഡ് സപ്ലിമെന്റ് ആയിരിക്കാം. അങ്ങനെ കുറെ പിന്നെ തരങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ തന്നെ പറയണം. വെസ്റ്റേജ് പ്രൈം, അതുപോലെ തന്നെ പ്രോ ഹാർട്ട്, ജോയിൻസ് ആൻഡ് പെയിൻ, ജോയിൻസ് ആൻഡ് ബോൺ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്,
ഗ്ലിസമിക്, അതുപോലെ തന്നെ ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വിമൻസ് ഹെൽത്ത്, ആയുഷാന്തെ, അഗ്രി, ഹെൽത്ത്, ഫുഡ്, ഓറൽ കെയർ, ഹോം കെയർ, ബ്യൂട്ടി പേഴ്സണൽ, ഷാർപ്പ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ വിമൻ ഹൈജീൻ, മെൻസ് ഗ്രൂമിങ്, കളർ കോസ്മെറ്റിക്സ്, സ്കിൻ ഫോർമുല 9. ഇങ്ങനെ 19 തരമായിട്ട് തിരിച്ചിട്ട് നമ്മൾ, കാരണം ഈസി ആയിട്ട് നമുക്ക് ഇതിന് തിരഞ്ഞെടുക്കാനും അതിന്റെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻ തന്നെ ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പല ആൾക്കാരോട് പറയുന്നത് കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്, നമ്മൾ സോപ്പ്, പേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയണം, ധൈര്യത്തോടെ പറയാൻ പറ്റുന്നതാണ് നമുക്ക്. ഓക്കെ, അതില് പിന്നെ നമുക്ക് ആരോഗ്യത്തിന് അല്ല, നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഫുഡ് സപ്ലിമെന്റ് ആണ്. കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, 450 കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഫസ്റ്റ് വരുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ്. നമ്മൾ എന്തായി നമ്മുടെ എല്ലാ പ്ലാനിലും ഫസ്റ്റ് തന്നെ ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുന്നതിനാ കമ്പനി, എല്ലാ പ്ലാനിലും നമ്മൾ പറയാറുണ്ട്, കമ്പനി ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ ഹെൽത്തിനാണ്. ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ചിട്ട് മിക്ക ആൾക്കാർക്കും അറിയില്ല. ഇത് കാണുമ്പോൾ പല ആൾക്കാരും സ്കിപ്പായി പോകുന്നല്ലോ, നിങ്ങൾ പ്ലാൻ കൊടുക്കുന്ന ആൾക്കാർ അല്ലേ. നമ്മുടെ സാധാരണ ബേസിക് പ്ലാനാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് ഒന്നും ഇത് ഉപയോഗിക്കത്തില്ല, ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിക്കത്തില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. വെസ്റ്റേജിൽ വന്ന് ഇതിന്റെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ സപ്ലിമെന്റിന്റെ പിന്നെ ഉപയോഗങ്ങളും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. എന്താണ് സപ്ലിമെന്റ്? സിമ്പിൾ ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള മിനറൽസ്, പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല അല്ലെ. അപ്പോ എന്താ ചെയ്യണേ, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ വളരെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ പോളിഷ്ഡ് ആയിട്ട് റൈസ് ആണ് കഴിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മുടെ കഴിക്കുന്ന പച്ചക്കറികളായിക്കോട്ടെ, പഴങ്ങളായിക്കോട്ടെ, വിഷാംശങ്ങൾ 100% അടിച്ചിട്ടല്ലേ വരുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഓക്കെ, അല്ലാത്തത് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ വരുന്നത് അവരെങ്ങനെ ഉണ്ടാക്കുന്നത് പോലും നമുക്കറിയത്തില്ല. അപ്പൊ അതിനൊക്കെ നമുക്ക് പിന്നെ വിഷങ്ങൾ പുറന്തള്ളുന്നതിനും വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷൻ കൊടുത്തേ ശരീരത്തിന് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശരീരം ഓരോ അസുഖങ്ങൾക്കും ഓരോ പിന്നെ എന്താ പറയാ ഓരോ ശരീരത്തിന്റെ ഒരു ക്ഷീണിതാവസ്ഥയിലോട്ട് പോവുകയും ശരീരം വളരെ തളരുന്നതായിട്ട് കാണാം അല്ലെ. പഴയ പോലെയല്ല, ഇപ്പോഴത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ, ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ വളരെ ചേഞ്ച് ആയിരിക്കണം മനുഷ്യന്റെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇതിലോട്ട് നമുക്ക് പോകേണ്ട നിർബന്ധിതമായിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം, കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്പ്, CMD അല്ലെ. CMD നമുക്കറിയാം ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ഒക്കെ മിനറൽ റിലൈസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തില് മിക്ക ആൽക്കലൈൻ ശരീരം അസിഡിറ്റി അല്ലാതെ ആൽക്കലൈനായിട്ട് കീപ്പ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ശരീരം അസിഡിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, ഒരുപാട് അസുഖങ്ങൾ വരും. ഓക്കെ, ആസിഡ് അറിയാലോ, ആസിഡ് നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി പിന്നെ ഉത്പാദിപ്പിക്കുമ്പോൾ ഇൻ കേസ് ചിലവരെ ബോഡി അസിഡിറ്റി തന്നെ ആയിരിക്കും, അതിനെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അല്ലാതെ നോർമൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രോപ്പാണ് CMD. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതിൽ ഒരു പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്പ് ഉപയോഗിക്കാം. 7 ഡ്രോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം 3 ലിറ്റർ വരെ കുടിക്കാം. അതായത് 21 തുള്ളി വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സെല്ലുലാർ പോഷണത്തിന് വളരെ സഹായിക്കുന്നു, മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നിലനിർത്തുന്നു, വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വെള്ളത്തിലോട്ട് ഇത് ആഡ് ചെയ്യുക. പിന്നെ തിളപ്പിച്ച പിന്നെ ചൂടുവെള്ളത്തിലല്ല, നിങ്ങൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് തണുപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഉപയോഗിക്കുകയാണ്. അഥവാ നിങ്ങൾ ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ സോറി, ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് 2 തുള്ളി ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഗ്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റൽ ഗ്ലാസ്, അത് സ്റ്റീൽ ഗ്ലാസ് പിന്നെ ഒന്നും ഉപയോഗിക്കരുത്. നമുക്ക് മാക്സിമം പിന്നെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് മാത്രം ഉപയോഗിക്കാം. ഓക്കെ, കാരണം ഇതിൽ പിന്നെ മറ്റ് നമ്മുടെ ഉപയോഗിക്കുന്ന മെറ്റലോ അല്ല പിന്നെ സ്റ്റീൽ ഗ്ലാസ്സോ ആയിട്ട് ഇത് പ്രവർത്തിക്കും. അതുകൊണ്ട് അതുമായിട്ട് പിന്നെ ആ ഗ്ലാസ്സോട് ഉപയോഗിക്കരുത്. ഇതിൽ പിന്നെ ഞാനിപ്പോ ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് പിന്നെ എന്റെ ഫസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ നമ്മൾ പിന്നെ ഫസ്റ്റ് ഇങ്ങനെ ഒരു വാട്സപ്പിലൂടെ പരിചയപ്പെട്ടാണ്. ഓക്കെ, നമ്മൾ സാറ് നിന്ന് വിളിക്കുന്ന ആളാണ്, കുറച്ച് ഏജ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അവരെ പിന്നെ വൈഫിന്റെ അമ്മക്ക് കുറെ കാലമായിട്ട് നടക്കാനും പറ്റാത്ത വ്യക്തിയാണ്. പക്ഷെ ഈ ഇത് വന്ന ഉടനെ അവർ എന്ത് ചെയ്തു, പിന്നെ ഈ സാധനം ലോഞ്ച് ആയ ഉടനെ അവർക്ക് വാങ്ങിക്കൊടുത്തു. വെക്കേഷൻ പോയപ്പോൾ വാങ്ങിക്കൊടുത്തതാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അവരെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലോട്ട് നടന്നു പോകുന്ന അവസ്ഥയിൽ അവർ എത്തിയിട്ടുണ്ട്. അതായത് അത്രയ്ക്കും ക്യൂർ ആയിട്ടുണ്ട്. അവർക്ക് പിന്നെ വാദസംബന്ധമായ അസുഖമായിരുന്നു. അപ്പൊ ഇതിന് ആവശ്യമുള്ള മിനറൽസ് ശരീരത്തിൽ പോയപ്പോഴേക്കും അത് ക്യൂർ ആകുന്നത് സപ്പോർട്ടായി. അപ്പൊ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ദുബായിലോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്.
CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. ഓക്കെ, നമുക്ക് പിന്നെ കൂടാതെ ഒരുപാട് പിന്നെ ഇതുണ്ട്, മൾട്ടി സ്പ്രേസ് ഉണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് മൗത്തിന് ഇടയിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന അബ്സോർബിറ്റ് സ്പ്രേ ഉണ്ട്. അതായത് വിറ്റാമിൻ B12, വിറ്റാമിൻ C, വിറ്റാമിൻ D, മെലാറ്റിൻ സ്പ്രേ, അതുപോലെ തന്നെ ബയോട്ടിൻ സ്പ്രേ. നമുക്കറിയാം ബയോട്ടിൻ സ്പ്രേ എന്ന് വെച്ചാൽ നമുക്ക് ബയോട്ടിന്റെ കുറവ് വരുമ്പോൾ നമുക്ക് മുടി അല്ലെ മുടിക്കും പിന്നെ ത്വക്കിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇതിൽ. പിന്നെ വിറ്റാമിൻ B12 നമ്മുടെ നെർവസ് സിസ്റ്റത്തെയൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വിറ്റാമിൻ B12. വിറ്റാമിൻ C അറിയാം നമുക്ക്. പിന്നെ നമ്മൾ സാധാരണ വിറ്റാമിൻ C സാധാരണ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് വെള്ളത്തിലിട്ട് കുടിക്കാൻ വേണ്ടി നമുക്ക് തരുന്നുണ്ട് അല്ലെ. അത് പിന്നെ കെമിക്കൽ ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. തീർച്ചയായിട്ടും അതിനേക്കാൾ നമുക്ക് വിറ്റാമിൻസ് ഡയറക്റ്റ് നമ്മുടെ നാവിനടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇതൊരു പിന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതുകൂടെ തന്നെ വിറ്റാമിൻ D മിക്ക ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മിക്ക ആൾക്കാരും വീട്ടിൽ തന്നെ അകത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ഡ്രസ്സ് നമ്മുടെ മാക്സിമം കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മൾ പിന്നെ ഓഫീസ് ടു പിന്നെ വീട് അങ്ങനെ വെളിയിൽ ഇറങ്ങാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് വിറ്റാമിൻ D വളരെ കുറവായിരിക്കും. മിക്ക ആൾക്കാർ നോക്കിയാൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറവുണ്ടാവും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ മസിലൊക്കെ പെട്ടെന്ന് ആൾക്ക് മസിൽ പിടിക്കുക, കോച്ചി പിടിക്കുക ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും ആൾക്ക്. കാരണം വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ പേശികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ പിന്നെ വളരെ ലോയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അതുപോലെ ഇഷ്യൂസിനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വിറ്റാമിൻ ഡി പിന്നെ ചെക്ക് ചെയ്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത്. പിന്നെ മെലാറ്റിൻ സ്പ്രേ ആണ്. നമ്മുടെ ചിലവർക്ക് ഉറക്കക്കുറവുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും മെലാറ്റിൻ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് മെലാറ്റിൻ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മൾക്ക് ഉറക്കത്തിന് സപ്പോർട്ട് ചെയ്യും. ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് സപ്പോർട്ട് ആവും. അതുകൂടാതെ ബയോട്ടിൻ സ്പ്രേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഹെയർ ഫാൾസിനൊക്കെ നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും ബയോട്ടിൻ സ്പ്രേ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല സപ്പോർട്ടീവ് ആവുന്ന പ്രൊഡക്റ്റ് ആണ്. അത് മുടി വളർച്ചനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് എനർജി ബൂസ്റ്റർ. ഇത് പിന്നെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറം കോർട്ടിസോളിന്റെ അളവ് കുറക്കുന്നുണ്ട്. എനർജിയും സ്റ്റാമിനയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതില് അശ്വഗന്ധയുടെയും പിന്നെ 8% വിറ്റ്നോയിഡുകളുടെയും 400 ഗ്രാം അടങ്ങിയിട്ടുണ്ട് അതിൽ. ഓക്കെ, അപ്പൊ അതായത് മെൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എനർജി ബൂസ്റ്റർ. സ്ട്രെസ്സും ഒക്കെ കുറക്കാനും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ക്രിൽ ഓയിൽ അറിയാം അല്ലെ, മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ക്രിൽ ഓയിൽ. ഇത് ക്രിൽ ഫിഷിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ക്രിൽ ഓയിൽ. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന്റെ പിന്നെ പ്രവർത്തനത്തിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മൾ ഏറ്റവും പിന്നെ സ്നേഹിക്കുകയും ചെയ്യേണ്ട ഒരു ഇതാണ് നമ്മുടെ അവയല്ലേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഒമേഗ 3യുടെ കണ്ടന്റ് ഒക്കെ വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുക. അത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഉപയോഗം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. സിബക്തം എന്ന് പറഞ്ഞാല് ഒരു പിന്നെ ഇത് നമ്മുടെ ഞാൻ കുറെ പേർക്ക് പിന്നെ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഒരുപാട് ക്ഷീണമുള്ള വ്യക്തികൾ വളരെ പിന്നെ എനർജിക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ക്ഷീണത്തിന് ചെറുക്കുകയും സ്റ്റാമിന ഉണ്ടാക്കുകയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സീബക്തം എന്നുള്ളത്. അതൊരു പിന്നെ തണുത്തുറന്ന മഞ്ഞ് പ്രദേശത്തൊക്കെ ഉണ്ടാവുന്ന ഒരു പിന്നെ ചെടിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് സീബക്തം മാക്സിമം നമ്മുടെ പിന്നെ ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു പിന്നെ ഇത് അതിന്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് വരും. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് വരുന്നുണ്ട്. നമുക്കറിയാം കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം കഴിക്കാം കേട്ടോ മൾട്ടി വിറ്റാമിൻ ഗമ്മീസിൽ. ഇതിൽ ഒരുപാട് വിറ്റാമിൻസും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാരണം കുട്ടികളാണെങ്കിൽ പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കത്തില്ല അല്ലെ. ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് വന്നു, കുട്ടി ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല, ജസ്റ്റ് പിന്നെ എന്താ പറയാ
കിട്ടുന്ന ബേക്കറി ഐറ്റംസോ അങ്ങനത്തെ ഒക്കെ കഴിക്കുള്ളൂ, ബാക്കിയൊന്നും കഴിക്കത്തില്ല. പക്ഷെ നമ്മളിത് പിന്നെ ഇത് സജസ്റ്റ് മൾട്ടിവിറ്റാമിൻ ഗമ്മീസ് കൊടുത്തതിന് ശേഷം അവർക്ക് നല്ല റിസൾട്ട് ആണ് അവിടെ. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഒക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമുക്ക് ഡെയിലി ഒന്ന് വെച്ച് മൾട്ടിവിറ്റാമിൻ ഗമ്മീസ് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നാരങ്ങ മുട്ടായി അതുപോലത്തെ ചെറിയ സാധനമാണ്, ചെറിയ മുട്ടായി പോലത്തെ സാധനമാണ്, തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ്. കോംബയോട്ടിക്സ് നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോംബയോട്ടിക്സ്. അതിൽ പ്രീബയോട്ടിക്സിന്റെയും പിന്നെ പ്രോബയോട്ടിക്സിന്റെയും കോമ്പിനേഷൻ. അതിനകത്ത് രണ്ട് ഇത് ടാബ്ലറ്റ് കാണുന്നു, ഒരെണ്ണത്തിനകത്ത് രണ്ട് കാണും. തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ എല്ലാവർക്കും മൈഗ്രെയിന്, പിന്നെ ഗ്യാസ്ട്രിക്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നില്ലേ. മെയിൻ നമ്മുടെ ഡയജസ്റ്റ് സിസ്റ്റം കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഡയജസ്റ്റ് സിസ്റ്റം കറക്റ്റ്, നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും നമ്മൾ കടന്നു പിടിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോംബയോട്ടിക്സ് ബിഫോർ ഫുഡ് നിങ്ങൾ ഉപയോഗിക്കുക. വളരെ ഇത് വരും, കാരണം ഒരുപാട് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷെ ഈ കോംബയോട്ടിക്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. കുറെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ മിക്ക ട്രൈ അത് പറയുന്നുണ്ട്. ഓക്കെ, കോംബയോട്ടിക്സ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഏറ്റവും അല്ലെ പ്രതിരോധ ശക്തി വളരെ ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് കാവൽ നിൽക്കുന്നില്ലേ ഭടന്മാര്, അത് നമ്മുടെ മിലിറ്ററിക്കാര് എന്തിനേക്കുന്നത് നമ്മുടെ രാജ്യത്തിന് മറ്റു ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് മറ്റുള്ള രോഗാണുക്കൾ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും പിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതിരോധ ശക്തി ആവശ്യമാണ്. ശരീരത്തിന് ഒരു ഏജ് കഴിയും തോറും അല്ലെങ്കിൽ നമ്മുടെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അല്ലെ. ചിലവർക്ക് ചെറുപ്പത്തിൽ തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവുള്ള വ്യക്തികൾ ഉണ്ടാവാം. അതിന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്, 5 പ്രൊഡക്റ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഇതില് സ്പൈർലീന, സ്പൈർലീന വരുന്നുണ്ട്, നോനി വരുന്നുണ്ട്, കൊളസ്ട്രോൾ വരുന്നുണ്ട്, ആംല, അലോവേര. ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, മിക്ക ആൾക്കാരും ഉപയോഗിക്കായിരിക്കും അല്ലെ. ഇത് നമ്മുടെ എല്ലാം പഴയ ആൾക്കാരാണ്, മിക്ക ആൾക്കാർ ഈ പ്രൊഡക്റ്റുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്പൈർലീന എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ശക്തിപ്പെടുത്തുന്നുണ്ട്, മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മസിൽ ബിൽഡിങ്ങിന് അനുയോജ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ സമ്പന്നമായ ഉറവിടമാണ്. അതായത് മസിൽ എന്ന് പറയുമ്പോൾ ഇത് മിക്ക ആൾക്കാർ തോന്നുന്നുണ്ടാവും ജിം അല്ലെ, ജിം പിന്നെ സംബന്ധമായത്. ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിന് മസിൽ എല്ലാവർക്കും, നമ്മുടെ ഹൃദയത്തിന് മസിൽ ഉണ്ട്, നമ്മുടെ ബോഡിയിൽ എല്ലാ അവയവങ്ങൾക്കും മസിൽ ഉണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈർലീന, ഇത് കടൽ പായൽ നിന്ന് എടുക്കട്ടോ. കടൽ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, കടൽ പായലാണ്, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇതാണ് സ്പൈർലീന. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ വളരെ ഇമ്മ്യൂണിറ്റി വളരെ പിന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ UAE നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ആൾക്കാർ സ്പൈർലീന ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ വെസ്റ്റീജിന്റെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, മറ്റു കമ്പനിക്ക് ഉപയോഗിക്കണം. സ്പൈർലീന വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം വെസ്റ്റീജിന്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വില കുറവാണ്, വളരെ പിന്നെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വരുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് വെസ്റ്റീജിന്റെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ള ലോക്കൽ ബ്രാൻഡുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ സ്പൈർലിന വന്നല്ലോ അല്ലെ, സോറി. നോനി ഉണ്ട്. നോനി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ആണ് അല്ലെ, ടോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. ഇതിന്റെ പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കയ്പായിരിക്കും. പല ആൾക്കാരും വീട്ടിൽ കാണും അല്ലെ, കുറെ ആൾക്കാരും വീട്ടിലൊക്കെ ഉണ്ട് പഴം. കാരണം ഡയറക്റ്റ് നമുക്ക് കഴിക്കാനോ ജ്യൂസ് അടിച്ച് കഴിക്കാനോ പറ്റില്ല. പക്ഷെ ഇത് ഡയറക്റ്റ് ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പിന്നെ ഒരുപാട് പിന്നെ ഇമ്മ്യൂണി സിസ്റ്റത്തെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ത്വക്കിനൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. സൗന്ദര്യ പിന്നെ വർദ്ധക വസ്തു ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ. നോനി തീർച്ചയായിട്ടും നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റുകയാണോ ഓക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ നോനിയുടെ ടാബ്ലറ്റ് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. കൊളസ്ട്രോൾ, പശു പ്രസവിച്ചിട്ട് ഏകദേശം 6 മണിക്കൂറിനകത്ത് എടുക്കുന്ന മിൽക്കിനാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന, കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കും, മുതിർന്നൊക്കെ കൊടുക്കാവുന്നതാണ്. ഇത് ചിലവർക്ക് ഓർമ്മശക്തി അത് കുറവ്, അങ്ങനെ പിന്നെ ഇയർലി ഡെലിവറി ഒക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ആണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ അത് പൊട്ടിച്ചെടുത്തിട്ട് അതിനകത്തിൽ ഇത് കൊടുക്കുക. അതിനകത്ത് പിന്നെ മിൽക്ക് പൗഡർ പോലെയാണ് കാണും കേട്ടോ, മിൽക്ക് പൗഡറാണ്, അതും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അംല, നെല്ലിക്കയുടെ കോൺസെൻട്രേറ്റ് കാപ്സുലാണ്. ഞാൻ നേരത്തെ വിറ്റാമിൻ സി ഡയറക്റ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഒരെണ്ണം പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ അംല എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക കോൺസെൻട്രേറ്റ് കാപ്സുകൾ, പൊട്ടിച്ചാൽ നമുക്ക് നെല്ലിക്ക പൊടി തന്നെ കാണാൻ പറ്റും. വിറ്റാമിൻ സി ആണ്, നമ്മൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ ശരീരം തണുപ്പ് അല്ലെ കോൾഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഇത് ഹൈ ഇമ്മ്യൂണിറ്റി ഉള്ളത് കാരണം നമ്മുടെ സാധാരണ ഇപ്പൊ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. ഫീവർ ഒക്കെ വരുമ്പോൾ
മൂന്ന് നേരം കഴിക്കുമ്പോഴേക്കും അവർക്ക് ഫീവർ നല്ല മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഞാനും കഴിക്കുന്നുണ്ട്, വൈഫും ഒക്കെ കഴിച്ചിട്ട് കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും പിന്നെ നെല്ലിക്ക നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല അല്ലെ, നമുക്ക് ഒരു അസിഡിറ്റിയും ഒക്കെ വരും. പക്ഷെ അതുകൊണ്ടാണ് നെല്ലിക്കയുടെ കോൺസെൻട്രേറ്റഡ് കാപ്സ്യൂലായിട്ട് കമ്പനി അമല എന്നൊരു ഇത് ഇറക്കിയിരിക്കുന്നത്, വെസ്റ്റേജ് ബ്രാൻഡ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, ഈ ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശക്തി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ അസുഖങ്ങളൊന്നും പിന്നെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ അലുവേര, അലുവേര എന്ന് പറയാൻ അറിയാലോ, കറ്റാർ വാഴ. അലുവേര നമുക്ക് പച്ച അലുവേര എടുത്തിട്ട് അതിന്റെ പിന്നെ ജെല്ല് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, കഴിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷെ അത് മിക്ക ആൾക്കാരും കഴിക്കാം, അതിന് കയ്പ് ടേസ്റ്റും ഒക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ അതാണ് കമ്പനി ഉണ്ടാക്കിയത്, അലുവേരയുടെ ക്യാപ്സ്യൂളാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അലുവേര ക്യാപ്സ്യൂള് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ചിലവർക്ക് അസിഡിറ്റി ഉണ്ട്, തീരാ അസിഡിറ്റി അല്ലെ, അസിഡിറ്റി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. ഞാൻ പിന്നെ നമുക്ക് രാവിലെ രാത്രിയും ഉപയോഗിക്കാവുന്നതാണ് ഇത് കേട്ടോ. അലുവേര നല്ല റിസൾട്ട്, 100% റിസൾട്ട് ആണ്. അസിഡിറ്റി, നെഞ്ഞിടിച്ചില്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെറിയ നമ്മുടെ വയറിന്റെ സംബന്ധമായ ഇഷ്യൂസിനൊക്കെ അലുവേര ഉപയോഗിക്കാവുന്നതാണ്. ഇത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ത്വക്കിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലുവേര നമ്മൾ മിക്ക ആൾക്കാരെ വീട്ടിൽ കാണും അല്ലെ, അത്രയ്ക്കും ഒരു ഔഷധമാണ് അത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ പ്രതിരോധ ശക്തി നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഒരു രാജ്യത്തിന്റെ പിന്നെ പ്രതിരോധം നമ്മുടെ എന്താ പറയാ മിലിറ്ററി എന്ന് പറയുന്നത് ആ രാജ്യം തന്നെ ഉണ്ടാക്കണം, വേറെ ആളൊന്നും ഉണ്ടാക്കി തരില്ലല്ലോ, മറ്റു രാജ്യക്കാരുണ്ടാക്കി തരില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതിരോധ ശക്തി നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൊഡക്റ്റിലോട്ട് നമ്മുടെ ഇതിലോട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻറ്റ് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, പിന്നെ സ്പിർലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അപ്പൊ ഞാൻ ഫ്ലാക്സ് ഓയിൽ കണ്ടില്ലേ, ഫ്ലാക്സ് ഓയിൽ പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ നോനി ഉപയോഗിക്കുന്നുണ്ട്, നോനി നേരത്തെ പറഞ്ഞ നോനിയാണ് കണ്ടോ, നോനി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾക്ക് ഉപയോഗിക്കാൻ പിന്നെ ഡെയിലി ലൈഫിലോട്ട്. ഓക്കെ, അപ്പോ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫ്ലാക്സ് ഓയിൽ ഇതിന്റെ 100% വെജിറ്റേറിയൻ കേട്ടോ, ഫ്ലാക്സ് സീഡിൽ നിന്ന് എടുക്കുന്നതാണ്. ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ പിന്നെ നേരത്തെ പറഞ്ഞ ക്രിൽ ഫിഷ് ഉണ്ടല്ലോ, ക്രില്ല് അത് ഫിഷ് എടുക്കാനാണ്, നോൺ വെജ് ആണ്. പക്ഷെ ക്രിൽ ഫിഷിന് ഡയറക്റ്റ് എടുക്കുന്നതല്ല. അതിപ്പോ ആരായാലും കഴിക്കും, നോൺ വെജ് ആൾക്കാരും വെജ് ആൾക്കാരും കഴിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ക്രിൽ ഫിഷിന്റെ ഇത് ഞാൻ ഇന്നാളെ രാഘവൻ സാറോട് ചോദിച്ചു. പിന്നെ അപ്പൊ രാഘവൻ സാറ് പറഞ്ഞത് എന്നോട്, എന്റെ പിന്നെ അമ്മയാണെങ്കിൽ പിന്നെ വെജിറ്റേറിയൻ ആണ്, പക്ഷെ അവര് ക്രിൽ ഫിഷ് ഉപയോഗിക്കും, ക്രിൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ക്രിൽ ഓയിൽ ഡയറക്റ്റ് ആയിരുന്നു എടുക്കുന്നില്ല, അതിന് കോൺസെൻട്രേറ്റ്, ആ ക്രിൽ ഫിഷിന് കോൺസെൻട്രേറ്റ് ആയിട്ട് എടുക്കുന്ന ഇതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കണം, വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഫ്ലാക്സ് ഓയിൽ ഒമേഗ 3 ഒമേഗ 6 കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു ബ്ലോക്കുകൾ ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ആകുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലാക്സ് ഓയിൽ. ഒമേഗ 3 ഒമേഗ 6 നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. ഞാൻ ഇന്നാളൊരു ആൾക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കൈവേദനയായിരുന്നു. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലാക്സ് ഓയിലും അതുപോലെ ഗനോഡർമ അത് രണ്ട് കഴിച്ചപ്പോൾ എനിക്ക് കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്ന കൈവേദന പിന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാക്സ് ഓയിലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ലെങ്കിൽ പോലും ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ക്യൂൻസമി ക്യൂട്ടൻ നമ്മുടെ ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യൂട്ടിന്റെ അളവ് വളരെ കുറയുന്നുണ്ടായി ശരീരത്തിൽ. അത് നമ്മുടെ ഹൃദയത്തിന് വളരെ സപ്പോർട്ട് ആയിട്ടുള്ളൊരു ഇതാണ് ക്യൂട്ടൻ. തീർച്ചയായിട്ടും നമ്മളത് പിന്നെ പിന്നെ ഭക്ഷണത്തിലൊക്കെ ഒരു പരിധി വരെ കിട്ടുള്ളൂ. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഡ് ചെയ്യുക, എന്തായാലും ക്യൂട്ടൻ ആഡ് ചെയ്യുക. നമ്മുടെ ഹൃദയത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ എൻലാർജിനൈൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നെർവ് സിസ്റ്റം ഉണ്ട് അല്ലെ. നെർവ് സിസ്റ്റം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ കാണാം. ചിലപ്പോൾ നെർവിങ് വീക്കായി കാണാം. ചെറിയ ബ്ലോക്കുകളായിട്ട് നല്ല പതിയെ ഇൻക്രീസ് ആവുന്നത് കാണാം. നമ്മൾ ഈ എൻലാർജിനൈൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് റിലീസ് ചെയ്യുന്നതിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലിപ്പോ പിന്നെ ഒരുപാട് ആൾക്കാർ അതിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ചിലവർക്ക് ചെറിയ മൈനർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ആയിട്ട് ഇത് 3 ഉപയോഗിച്ചിട്ട് ക്ലിയർ ആയ പിന്നെ ഇതുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഇതല്ല കേട്ടോ. ഡോക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഡോക്ടർ ചെയ്യുന്ന മെഡിസിനൊക്കെ നമ്മൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇത് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇത് കാരണം വെച്ചാൽ ഈ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്
നല്ല ഹെൽത്തി ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കുകയാണ്, ഒരു ആരോഗ്യവാനായ ഒരാൾക്ക് ഉപയോഗിക്കുകയാണ്. കാരണം അവർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഉള്ള ഒരാൾ ഉപയോഗിക്കുമ്പോഴും അവർക്ക് ഇത് അവിടെ എന്താണ് അവർക്ക് ശരീരത്തിൽ കുറവുള്ളത് അവിടെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് അവർക്ക് ക്യൂർ ആവുന്നതിന് സപ്പോർട്ട് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം അപ്പോഴും മരുന്ന് മെഡിസിൻ കഴിക്കുന്നുണ്ടാവാം, പക്ഷെ മെഡിസിന്റെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ മെഡിസിൻ സ്റ്റോപ്പ് ആവുന്നു. അല്ലാതെ നമ്മൾ ഒരിക്കലും മെഡിസിന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നോ ഒന്നും പറയാൻ നമ്മൾ പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു അധികാരവും അതിനില്ല. നിങ്ങൾ ആരോടും അങ്ങനെ ഒരിക്കലും പറയാനും പാടില്ല. ഓക്കെ, ഞാനിത് പറഞ്ഞ ഒമേഗ 3 ഒമേഗ 6 അടങ്ങിയിട്ടുണ്ട്. ഫ്ലാക്സ് ഓയിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു. ഇൻസുമിറ്റൻ ക്യൂട്ടൻ, ഓക്കെ, കാർഡിയോ വാസ്കുലർ പ്രവർത്തനം നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് തന്നെ. എൻലാർജിനൈൻ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ചിലവർക്ക് നമ്മുടെ ഇന്നാളെ ഒരു പിന്നെ നമ്മുടെ സാറിന്റെ പിന്നെ നമ്മുടെ രാഘവ് സാറിന്റെ പിന്നെ പ്രസന്റേഷൻ അദ്ദേഹം പറഞ്ഞിരുന്നു സെഷനിൽ, നമ്മുടെ ആർക്കാണെങ്കിലും പിന്നെ എന്താ പറയാ, ഞാൻ ആരാണ് ബി പി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പിന്നെ സജസ്റ്റ് ചെയ്യുന്ന കാര്യം പ്രൊഡക്റ്റ് എൻലാർജിനായിരിക്കും അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ എന്റെ പിന്നെ വൈഫിനും പിന്നെ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോൾ എൻലാർജി ക്ലിയർ ആയി. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സാച്ചറ്റ് ഇട്ട് പിന്നെ പൊട്ടിച്ചിട്ട് പിന്നെ വെള്ളത്തിട്ട് കുടിക്കാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ 10-19 കാറ്റഗറി ആയിട്ടാണ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത് അല്ലെ. അതിൽ ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്തിൽ നമുക്ക് അറിയാം ഒരു പരിധി, നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഏജ് കഴിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് എക്സസൈസ് ഇല്ല, പിന്നെ ഇരുന്നിട്ടുള്ള വർക്കാണ്. മൊബൈൽ അഥവാ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാൻ പോവുക, ഗ്രൗണ്ടിൽ പോവുകയൊക്കെ ആ ശീലമൊക്കെ പോയി മൊബൈലാണ്. ഒരു ചെറിയൊരു ഏജിൽ തന്നെ ഇപ്പോൾ വീണ്ടും എല്ലാവർക്കും ജോയിന്റ്സ് ആൻഡ് പിന്നെ ബോൺസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. സാധാരണ 50-55 വയസ്സിന് ശേഷം വരുന്നത് ഇപ്പൊ 10-20-25 വയസ്സിന് ശേഷം അപ്പോഴേ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കാൽസ്യം, ഗ്ലൂക്കോസമിൻ, പിന്നെ അത് കൊളാജൻ, ഓക്കെ, കാൽസ്യം, ഗ്ലൂക്കോസമിൻ, കൊളാജൻ. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ഫസ്റ്റ് പോവാം. ആദ്യം കാൽസ്യം. കാൽസ്യം അറിയാലോ, നമുക്ക് എല്ലാവർക്കും കാൽസ്യത്തിന്റെ പിന്നെ ആവശ്യമുണ്ട്. അതായത് എല്ലുകളും പല്ലുകളും ആരോഗ്യമായി ഉണ്ടാക്കുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. അസ്ഥികളുടെ സാന്ദ്രത ബോൺസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പ്രായമായവരിൽ ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് ചികിത്സിക്കാൻ സഹായിക്കാം. ഓക്കെ, നമ്മൾക്കിപ്പോ പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് പല്ലിന്റെ ഒക്കെ ബലം കുറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കാൽസ്യത്തിന്റെ അളവ് കൂട്ടേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അല്ലേ, നമുക്ക് കാൽസ്യം കൂടിയ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവായിരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് വാദസംബന്ധമായ ഇഷ്യൂസ് ഉള്ളവർക്ക് കാൽസ്യത്തിന്റെ അളവ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പല്ലുകൾ, പല ആൾക്കാർക്ക് പല്ല് ഡാമേജ് ആവുന്നുണ്ട്, പല്ല് പൊടിഞ്ഞു പോവുക, അല്ലെ, പല്ലിന് ഒരുപാട് എപ്പോഴും പിന്നെ നമ്മുടെ ഡെന്റൽ ഡോക്ടർ അടുത്തായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കാൽസ്യത്തിന്റെ അളവ് നമ്മുടെ ഇതിലോട്ട് ഇൻക്രീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഗ്ലൂക്കോസമിൻ. ഇതില് നമ്മുടെ ശരീരത്തിൽ എല്ലാ ജോയിന്റ്സിലും, അതായത് നമ്മുടെ ജോയിന്റ്സുകൾ നമ്മൾ എവിടെയും ടച്ച് ആവുന്നില്ല കേട്ടോ. എല്ലുകൾ ഇവിടെ ടച്ച് ആവുന്നില്ല. എന്താ ചെയ്യാ, ജസ്റ്റ് അടുത്ത് പോയിട്ടുണ്ടോ അതിനടുത്ത് ആ ഇടയിൽ ഫില്ല് ചെയ്യുന്നത് ഒരു പിന്നെ സിനോവിൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകമാണ്. അതായത് ഒരു ഗ്രീസ് പോലത്തെയുള്ള സിനോവിൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകമാണ്. ആ ദ്രാവകം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറഞ്ഞു വരും ഏജ് ആകുന്നതനുസരിച്ചിട്ട്. നമ്മുടെ ഈ ഗ്ലൂക്കോസമിൻ കഴിക്കുമ്പോൾ പിന്നെ സിനോവിൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് സിനോവിൽ ഫ്ലൂയിഡ് നാച്ചുറൽ ആയിട്ട് പിന്നെ ഉൽപ്പാദിപ്പിക്കുകയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാം, കഴിച്ചില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ തീർച്ചയായിട്ടും സിനോവിൽ ഫ്ലൂയിഡിന്റെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് വേദനയും വീക്കം കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നു, അവർക്ക് നല്ല സപ്പോർട്ട് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. പിന്നെ സന്ധികളുടെ ലൂബ്രിക്കേഷൻ സഹായിക്കുന്നു. പറഞ്ഞു ലൂബ്രിക്കേഷൻ, അതായത് നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, വണ്ടിയിലൊക്കെ ഇങ്ങനെ അവർ ഒരുപാട് ഇങ്ങനെ മൂവിങ് പാർട്സ് ഉണ്ടാവും അല്ലെ, വണ്ടിയിൽ ഒരുപാട് മൂവിങ് പാർട്സ്, അവിടെയൊക്കെ എന്താ ഗ്രീസ് അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് മൂവിങ് പാർട്സിൽ നമ്മൾക്ക്
ഓട്ടോമാറ്റിക്കാ നമ്മുടെ ശരീരത്തിൽ ആ പിന്നെ സിനോൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മൂവിങ് പാർട്സ് സിനോൽ, പിന്നെ ഗ്രീസിന് പകരം എന്ന് പറഞ്ഞാൽ ഗ്രീസ് എന്ന് പറയുന്നത് നമ്മുടെ സിനോൽ ഫ്ലൂയിഡ് ആണ്. അത് നമ്മൾ പിന്നെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എപ്പോഴാണ് കുറയുന്നത് അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഗ്ലൂക്കോസമിന്റെ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടണേ കേട്ടോ. ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് നോട്ട് ചെയ്യണേ. വെജ് കൊളാജൻ, അതായത് നേരത്തെ കമ്പനി പിന്നെ നോൺ വെജ് കൊളാജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കമ്പനി വെജ് കൊളാജൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിന്നെ സന്ധികളെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. സന്ധികളുടെ വഴക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കഠിനമുള്ള വേദന, ചലനരഹിതമായ സന്ധികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വിവരിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ സ്വാഭാവിക കൊളാജൻ സിന്തസിസിനെ പിന്തുണയ്ക്കുന്നു. പേശികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. മനസ്സിലായില്ലേ? ഒരുപാട് പിന്നെ ഗുണങ്ങളുണ്ട് ഇതിന്. നമ്മുടെ വെജ് കൊളാജൻ, അതിൽ വിറ്റാമിൻ സി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെജും പിന്നെ നോൺ വെജ് കൊളാജൻ സ്റ്റിൽ ഉണ്ട്. അതുകൂടാതെ തന്നെ പുതുതായിട്ട് ഫ്രൂട്ട്സിന്റെ വെജ് കൊളാജൻ കൂടി പിന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ഫേസിന്റെ ഒക്കെ ഇതൊക്കെ കഴിക്കുന്ന ഒരാളെ ഫേസിൽ നോക്കി അറിയാൻ പറ്റും, വളരെ മാറ്റം ഉണ്ടാവും. സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് നല്ലൊരു ഷൈനിങ് വരുന്നുണ്ടാവും കേട്ടോ. ഇതൊക്കെ കഴിക്കുമ്പോൾ പിന്നെ വെജ് കൊളാജനൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ത്വക്കിനൊക്കെ വളരെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ഈ 3 പ്രൊഡക്റ്റുകൾ നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ പിന്നെ ആൾക്കാർക്ക് പേശി സംബന്ധമായ ഇഷ്യൂസ് ഉള്ളവർക്കും വാദസംബന്ധമായ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൂടിയാണിത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്. അറിയാലോ, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതൊരാൾക്കും ശരീരം നമ്മുടെ ഫിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ അല്ലെ, അതിന് കുറച്ച് നമുക്ക് പിന്നെ പ്രൊഡക്റ്റുകൾ കമ്പനി ഇറക്കുന്നത്. അതായത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കുറക്കാം. അതായത് ഒരു ആഴ്ച കൊണ്ട് ഇത്ര കിലോ, 2 ആഴ്ച കൊണ്ട് ഇത്ര കിലോ കുറക്കാൻ പറ്റുന്ന ഒരുപാട് പരസ്യങ്ങൾ കണ്ടിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് മസിലിനെ പോലും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മസിൽ പോലും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പിന്നെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മസിലാണ്. അത് നമ്മൾ ഇല്ലാതെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ നശിച്ചു പോകുന്ന പിന്നെ കാരണമാകും. തീർച്ചയായിട്ടും നമ്മുടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്നത് നമ്മുടെ പിന്നെ നാച്ചുറൽ കലോറി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കമ്പനി നമുക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഒരു പ്രോട്ടീൻ പൗഡർ വരുന്നുണ്ട്. അതിൽ എല്ലാ പിന്നെ ആവശ്യ അമിനോ ആസിഡുകളും കുറഞ്ഞ കൊഴുപ്പും ഉയർന്ന അളവിൽ പ്രോട്ടീനും അടങ്ങിയതാണ് കേട്ടോ. കൊഴുപ്പിന്റെ അളവ് വളരെ കുറവായിട്ടുള്ള പിന്നെ പ്രോട്ടീൻ പൗഡറാണ്. അതായത് പ്രോട്ടീൻ പൗഡർ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ജിമ്മിൽ പോകുന്ന ഉപയോഗിക്കുന്നത് അത് വേറെയാണ്. ഇതല്ല കേട്ടോ, ഇത് സെപ്പറേറ്റ് ആണ്. പിന്നെ അതുകൂടാതെ പേശികളുടെ വളർച്ചയെ സഹായിക്കുന്നു. ശരീരത്തിലെ കോശങ്ങളുടെയും ദ്രാവകങ്ങളുടെയും വികാസനത്തിന് സഹായിക്കുന്നു. ശരീരത്തിന്റെ വളർച്ച, ബിൽഡിംഗ് ബ്ലോക്കുകളെ സഹായിക്കുന്നു. ശരീരത്തിന്റെ പ്രവർത്തനക്ഷമമാക്കാൻ പരിപാലനം, വളർച്ച എന്നിവയെ സഹായിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീന്റെ അല്ലെ നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്. മാക്സിമം നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ നമ്മുടെ പ്രോട്ടീൻ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അല്ലെ, മുട്ട അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഒരുപാട് ശരീരത്തിൽ വരുന്നുണ്ട് മാംസങ്ങളൊക്കെ കഴിക്കുമ്പോൾ. പക്ഷെ എന്നാലും നമ്മൾക്ക് മതിയാവാതെ വരുമ്പോഴാണ് നമ്മൾ പ്രോട്ടീൻ പൗഡർ ആയിട്ട് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പ്രോട്ടീൻ പൗഡർ ഡെയിലി ഉപയോഗിക്കാണ്. നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാം, അത് കറിയിലോ ഭക്ഷണത്തിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് അതിന്റെ കൂടെ വരുന്നത് വെസ്ലിൻ ക്യാപ്സ്യൂൾ. വെസ്ലിൻ ക്യാപ്സ്യൂൾ നമ്മുടെ തടി കുറക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. നമ്മൾക്ക് പിന്നെ വെസ്ലിൻ ക്യാപ്സ്യൂൾ, വെസ്ലിൻ ടീ, വെസ്ലിൻ പിന്നെ ഷെയ്ക്ക്, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, ഇതൊക്കെ നമുക്ക് ശരീരം പിന്നെ തടി വണ്ണം, അതായത് നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കേട്ടോ. നമ്മുടെ മിക്ക ആൾക്കാരും ബോഡി തടി കുറക്കാൻ വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഇതുണ്ട്. ശരീരത്തിന്റെ പിന്നെ എന്താ പറയാ, നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫിറ്റ്നസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിശപ്പ് സ്വാഭാവികം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ ചിലവർക്ക് ഉണ്ടാവും ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വീണ്ടും വിശപ്പ് തുടങ്ങും. ഒരുപാട് തടിയും വെക്കുന്നുണ്ടാവും അല്ലെ. വിശപ്പ് നമ്മൾ സാധാരണ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടായിരിക്കും. പിന്നെ എനർജി ലെവലുകൾ വർദ്ധിപ്പിക്കുമ്പോൾ കലോറി കത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത കൊഴുപ്പിനെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ശരീരത്തിൽ കൊഴുപ്പുകൾ അടങ്ങി വിടുന്നുണ്ട് അല്ലെ. മിക്ക ആൾക്കാർക്കും കൊഴുപ്പിന്റെ പിന്നെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ അതായത് നമ്മുടെ ഭക്ഷണം നമ്മുടെ കഴിക്കാൻ തോന്നൂല നമുക്ക്. അത് ഭക്ഷണം കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ശരീരം അത് തന്നെ വീണ്ടും ഉപയോഗിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ കൊഴുപ്പ് കുറഞ്ഞാണ് ചെയ്യുന്നത്. നമ്മുടെ മസിലല്ല കേട്ടോ കുറയുന്നത്, അടിഞ്ഞു കൂടിയ ആവശ്യമില്ല കൊഴുപ്പാണ് കുറയുന്നത് ഇവിടെ വെസ്ലിൻ ഷേക്ക് ഉപയോഗിക്കുമ്പോൾ. ഭാരവും സ്ട്രെസ്സും നിയന്ത്രിക്കുന്ന സഹായിക്കുന്നു. പിന്നെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു. മനസ്സിലായില്ല. അപ്പൊ വെസ്ലിൻ ക്യാപ്സ്യൂള് ചില്ലറ കാരണമല്ല, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. വളരെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, അപ്പൊ കുറച്ച് നോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വെസ്ലിൻ ഷേക്ക്, നമ്മൾക്ക് ഒരു നേരത്തെ ഫുഡ്
കേട്ടോ. ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വെസ്റ്റിൻ ഷേക്ക് ഉപയോഗിക്കാനാണ്. ഓക്കെ. അതിൽ ആരോഗ്യമായ ശരീരം നിലനിർത്താൻ സഹായിക്കുന്നു. കൂടുതൽ നേരം വയറ് നിറഞ്ഞ പോലെ നിലനിർത്തുന്നു. അവശ്യ വിറ്റാമിൻസും ധാതുക്കളും നൽകുന്നു. കുടലിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ച് അഞ്ച് ടൈപ്പ് ആയിട്ടുള്ള വെസ്ലീം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മാംഗോ ഫ്ലവറും പിന്നെ അങ്ങനെ തുടങ്ങിയ 4-5 ഫ്ലവറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു നേരത്തെ ഫുഡ്, ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് ഇതായിട്ട് കഴിക്കാം. ഓക്കെ. നെക്സ്റ്റ് വെസ്ലീം ഷേക്ക് മിക്സ്. അത് ഭാരം ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലെ വെസ്ലീം ഷേക്കിനെ മികച്ച പങ്കാളി. അതായത് നമുക്ക് ഇത് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ക്ഷീണം അനുഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഇത് വെസ്റ്റിൻ ഷേക്ക് കൂടി നമുക്ക് ഷേക്ക് മിൽക്കും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതില് വിറ്റമിൻ D2 കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഉപയോഗിക്കുമ്പോഴും 10.8 ഗ്രാം പ്രോട്ടീൻ ഇവിടെ ഉപയോഗിക്കാൻ ഇതിൽ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിൽ ഷുഗർ അടങ്ങിയിട്ടില്ല, ആർക്ക് വേണം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് പരിചയപ്പെട്ടിരിക്കുന്നത്. വെസ്റ്റിൻ ടീ ഇതിന്റെ കൂടെ വരുന്ന കേട്ടോ. വെസ്റ്റിൻ ഷേക്ക്, വെസ്റ്റിൻ ടീ, വെസ്റ്റിൻ ക്യാപ്സ്യൂൾ. ടീ പറഞ്ഞിട്ടില്ല അല്ലെ. ഇതില് നമുക്ക് ഏകദേശം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് വെസ്റ്റിൻ ടീ. സാധാരണ നമ്മൾക്ക് പിന്നെ മിൽക്കൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് വെള്ളത്തിൽ ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ശേഷം പുളിയും ഒരു പിന്നെ എന്താ പറയാ ലെമൺ ടീ പോലെ, ലെമൺ ടീയുടെ ടേസ്റ്റ് ആണ്. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. കാർബോണേറ്റ് വെസ്റ്റിൻ ടീ ഉപയോഗിക്കാണ്. കാർബണേറ്റ് എയറേറ്റഡ് പാനീയങ്ങൾക്ക് പിന്നെ ആരോഗ്യമായ ബദല്. നമുക്ക് മറ്റുള്ള പാനീയങ്ങൾ ഉപയോഗിക്കില്ലേ, കാർബണേറ്റ് ഒക്കെ അടങ്ങിയ പാനീയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മുടെ കൊഴുപ്പുണ്ടല്ലോ, കൊഴുപ്പ് അടിഞ്ഞുകൂടിയത് പിന്നെ കൂടുതൽ കുറയാൻ സഹായിക്കുന്നുണ്ട്, തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് വെസ്റ്റിൻ ടീ. നമ്മുടെ മറ്റ് ടീകൾ ഒഴിവാക്കിയിട്ട് പറ്റുമെങ്കിൽ ഇതിലോട്ട് ഒരു നേരെങ്കിലും ഇത് പിന്നെ നോക്കാം. നമ്മുടെ പിന്നെ ഇതില് ട്രെയിനർ പറയുന്നത് ഒന്നല്ല 3 നേരം കുടിക്കാന്ന് പറഞ്ഞത് ടീ കേട്ടോ. നമുക്ക് ഒരുപാട് ട്രെയിനിങ് സെഷനൊക്കെ പറയുന്നുണ്ട് 3 നേരം ടീ പറ്റുമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എനർജി പിന്നെ ഡ്രിങ്ക് മിക്സ്ഡ് ആണ്. ഇത് പുതിയ ലോഞ്ച് ആയതാണ്. നമ്മൾക്ക് അതിന്റെ കൂടെ ഇതും നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കുറക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും പിന്നെ എന്തെങ്കിലും കഴിക്കണമെന്നോ അതൊക്കെ നമുക്ക് ഫീൽ ഉണ്ടാവാം അല്ലെ. നമുക്ക് അതിന്റെ കൂടെ നമുക്ക് വെസ്റ്റീം എനർജി ഡ്രിങ്ക് മിക്സ് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് മാനസികമായിട്ടുള്ള എന്താ പറയുക, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വേണ്ട എന്ത് കഴിക്കണം എന്ന് തോന്നൂല്ലേ. അപ്പൊ അതിനേക്കും മാനസികമായ ഒരു പിന്നെ എന്താ പറയാ ജാഗ്രത വർദ്ധിപ്പിക്കുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെസ്ട്രീം പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ അതുകൂടി ഇതിന്റെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. വെസ്ട്രീം സെൽ പവർ ഇത് നമുക്ക് പുതുതായിട്ട് പിന്നെ ഇതും ലോഞ്ചായ പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച പോലും നമുക്ക് ഇതിന്റെ സെഷൻ ഉണ്ടായിരുന്നു അല്ലെ. രാഘവൻ സാറിന്റെ സെഷൻ ഉണ്ടായിരുന്നു. വളരെ വളരെ വ്യക്തമായിട്ട് പിന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിന്നെ കോശത്തിന്റെ ഊർജിത ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നു അല്ലെ. നമ്മുടെ മിക്ക ആൾക്കാർക്കും പിന്നെ എന്താ കോശം നമുക്ക് പിന്നെ എന്താ പറയാ ചില അസുഖങ്ങൾ വരുമ്പോൾ കോശത്തിന് പിന്നെ എന്താ പറയാ നമ്മുടെ ക്യാൻസർ അതുപോലൊക്കെ ഉണ്ടല്ലോ. ക്യാൻസർ ഒക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കോശത്തെ മരിച്ചു പോവാണ്, കോശം ചത്തു പോവാണ്. ചിലവർക്ക് കോശം അല്ലെ അതിനൊക്കെ കോശത്തിന്റെ പിന്നെ വീണ്ടും പുനർജനിക്കുന്നതിനും അതിനെ ഇല്ലാതാക്കുന്നതിന് പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ ദൃശ്യമായ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കോശങ്ങളെ ഫ്രീ റാഡിക്കലിൽ നിന്ന് നശിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ സംരക്ഷിക്കുന്നു. അതായത് നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകുന്നില്ലേ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത്. ഇപ്പോൾ പിന്നെ ഇന്നാള് പിന്നെ ഇവര് പറഞ്ഞിരുന്നു, പിന്നെ നമ്മുടെ രാഘവൻ സാർ പറഞ്ഞത് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓരോ ഇപ്പൊ ഷുഗറിലെ പേഷ്യന്റ് ഷുഗറിന് കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുകയാണ് അല്ലെ. നമ്മൾ ഷുഗറിന് മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ അത് വരാൻ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്താൻ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ സമയത്ത് വെസ്ട്രീം പിന്നെ സെൽ പവർ കൂടി നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ പിന്നെ ഡെയിലി ഇതിലോട്ട് വെസ്ട്രീം സെൽ പവർ അതുപോലെ തന്നെ ക്യൂട്ടൻ ഒക്കെ നമ്മൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക്. നെക്സ്റ്റ് വെസ്റ്റിൻ സെല്ലുലിൻ ശരീരത്തിലെ അധിക ജലത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് സന്തുലിത ദ്രാവക അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവികമായ വിഷമുക്തമാക്കൽ പ്രക്രിയ സുഗമമാക്കുന്നു. ഭാരം നിയന്ത്രിക്കുന്നതിന്റെ യാത്രയിൽ സഹായിക്കുന്നു. അപ്പൊ ഇതും പുതിയ ലോഞ്ചായ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ വലിയൊരു സെഷൻ തന്നെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പൊ അത് നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഗ്ലിസമിക് ഹെൽത്ത്. നമുക്കറിയാം മിക്ക ആൾക്കാർക്കും അല്ലെ ഷുഗർ ഇപ്പൊ ഇന്ന് പിന്നെ കണ്ടുവരുന്ന ഒരു ഇതാണ്. എവിടെ നോക്കിക്കാലും ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ വരുന്ന ഒരു കണ്ടീഷനാണ്.
അത് നമുക്ക് രക്തത്തിലെ പഞ്ചസാര ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന പ്രൊഡക്റ്റുകളാണിത്. നീം അല്ലെ, ആര്യവേപ്പിന്റെ ആണ്, ആര്യവേപ്പ് എടുക്കുന്നതാണ്, പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റിവ്യ, അതായത് ഒരു പിന്നെ മധുര തുളസിയാണ്, മധുര തുളസി എടുക്കുന്നതാണ് സ്റ്റിവ്യ. ഇതില് പിന്നെ ഷുഗർ പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല മധുരമായിരിക്കാം, പക്ഷെ ഷുഗർ പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന, പഞ്ചസാരക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കലോറി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും ഷുഗർ പേഷ്യന്റിന് നീം ഉപയോഗിക്കാം, സ്റ്റിവ്യ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്ലൂക്കോ ഹെൽത്ത് ഇത് കൂടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ. അറിയാം, ഞാൻ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളും മറ്റു ദോഷകരമായ വസ്തുക്കളും നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് പിന്നെ വിഷാംശങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ? കറക്റ്റ് അല്ലേ? പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ പുറന്തള്ളാൻ. ഫസ്റ്റ് വൺ ഡിറ്റോക്സ് ആൻഡ് ഫുഡ് പാച്ചസ്. അതായത് നമ്മുടെ സ്റ്റിക്കറാണ് നമ്മുടെ, പിന്നെ എന്താ പറയാ, പിന്നെ പിന്നെ എന്താ പറയാ, നമ്മുടെ കാലിനടിയിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് കിടക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ്, നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും ബ്ലാക്ക് ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ ഒക്കെ, അത് വിഷാംശങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവാം. നെക്സ്റ്റ് വരുന്ന ഫൈബർ ആണ്. നമ്മുടെ ശരീരത്തിൽ ഫൈബർ വളരെ ആവശ്യമാണ് അല്ലെ, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഫൈബർ. അത് നമ്മുടെ ഫുഡിൽ, മിക്ക ആൾക്കൊക്കെ ഫുഡിൽ കിട്ടുന്നില്ല, നമ്മൾ സാധാരണ ഫുഡിൽ കിട്ടാറില്ല. എന്തായാലും ഫൈബർ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഡ് ചെയ്യാം. അത് നമുക്ക് പിന്നെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വരുന്നത് കുർക്യൂം പ്ലസ്. കുർക്യൂം പ്ലസ് മഞ്ഞളിന്റെ കോൺസെൻട്രേറ്റഡ് ക്യാപ്സൂളാണ്. മഞ്ഞൾ അറിയാലോ, തീർച്ചയായിട്ടും അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അകത്ത് മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുർക്യൂം പ്ലസിന്റെ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ക്യാൻസർ സെല്ലിനെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് കുർക്യൂം പ്ലസ്. നമ്മുടെ ശരീരത്തിന്റെ മുറിവുകൾ ഉണങ്ങാനും, അത് ഇൻഫ്ലമേഷൻസ് ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ കുറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുർക്യൂം പ്ലസും ഫ്ലാക്സ് ഓയിലും ഉപയോഗിച്ചിട്ട് മാത്രം ഫാറ്റി ലിവർ ക്ലിയർ ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പിന്നെ ഡോക്ടർ സോഫിയ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർക്ക് പിന്നെ അവർ കൊടുത്തതായിരുന്നു കുർക്കും പ്ലസ് ഫ്ലാക്സ് ഓയിൽ മാത്രം കൊടുത്ത് ഫാറ്റി ലിവർ ക്ലിയർ ആയിട്ടുണ്ട് അവർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. വലിയൊരു സംഭവം തന്നെയാണ് കുർക്കും പ്ലസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അസിഡിറ്റി ഉണ്ടാവാം, അൾസർ ഉണ്ടാവാം, അതിന്റെയൊക്കെ മുറിവുകളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ കനോഡർമ. കനോഡർമ എന്നൊരു മഷ്റൂം ആട്ടോ. നമ്മൾ വീട്ടിൽ മഴക്കൊക്കെ കൂണില്ലേ, കൂണെന്ന് പറയുന്നത് അതുപോലത്തെയാണ്. പക്ഷെ ഈ ഗനോഡർമ എന്ന് പറയുന്നത് വളരെ വില കൂടിയ സാധനമാണ്. വളരെ വില കൂടിയ പിന്നെ കൂണാണ്, മഷ്റൂമാണ്. അപ്പോൾ അതിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഞാനത് കഴിച്ച സംഭവം ഇതായിരുന്നു. കാനോഡർമ ഫ്ലാക്സ് ഓയിലും കഴിച്ചിട്ടാണ് എനിക്ക് 3 വർഷമായിട്ട് കയ്യിലുണ്ടായിരുന്ന കൈക്ക് ബ്ലോക്ക് എന്നാ പറയുന്നത്. പക്ഷെ അതില് പിന്നെ ഒരുപാട് മെഡിസിൻ കഴിച്ചൊന്നും ശരിയായിട്ടില്ല. പക്ഷെ ഞാൻ കാനോഡർമ ഫ്ലാക്സ് ഓയിൽ കഴിച്ചപ്പോൾ 1 മാസം കൊണ്ട് എനിക്കത് ക്ലിയർ ആയി. അപ്പോൾ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും ശരീര ബ്ലോക്കുകളായിക്കോട്ടെ, പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ പിന്നെ ക്ലിയർ ആവുന്നതിന് കനോഡർമ ഫ്ലാക്സ് ഓയിലും വളരെ നല്ല കോമ്പിനേഷൻ ആണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വെരിക്കോസ് വെയിന് ഉള്ളവർക്ക് ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ചാൽ അത് ബ്ലോക്ക് ചെയ്യുന്നതിനും ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണിന്റെ പിന്നെ അല്ല, മിക്ക ആൾക്കാരും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച വളരെ കുറഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഐ സപ്പോർട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കറക്റ്റ് പിന്നെ അത് കുറഞ്ഞിട്ട് തിരിച്ചു വരുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഐ സപ്പോർട്ട്. തീർച്ചയായിട്ടും നമ്മുടെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഐ സപ്പോർട്ട് നല്ല റിസൾട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണ്. ഞാനത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഫൈബർ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. കുർക്യൂം പ്ലസ് കരളിലെ വിഷാംശം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പിന്നെ അല്ലെ, ഫസ്റ്റ് നമ്മുടെ എന്താ പറയാ, കരളിന്റെ ജോലിയാണ് അല്ലെ. നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കരളിനെ ഫസ്റ്റ് ബാധിക്കും അല്ലെ, മെയിൻ ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന് കരളിലെ വിഷാംശങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. കാനോഡർമ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റോക്സ് ഫുഡ് പാച്ചസ്, ഐ സപ്പോർട്ട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഐ സപ്പോർട്ട്. വുമൺസ് ഹെൽത്തിലോട്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വുമൺസ് ഹെൽത്തിലോട്ട് പോവാണെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന മെച്ചപ്പെടുത്തുന്നുള്ള പ്രത്യേക ശ്രേണിയുടെ പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മുടെ കമ്പനി അത്രയ്ക്കും ഓരോ ആൾക്ക് സെഷൻ തിരിച്ചിട്ട് തന്നെ, കാരണം ഒരാൾ ആരോഗ്യം കെയർ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഒരു പ്രൊഡക്റ്റ് സെഷൻ തന്നെയാണ് നമ്മുടെ അല്ലെ. ക്രാൻബെറി ലേഡീസിന് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസ് ആണ് പിന്നെ എന്താ പറയാ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ.
അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെ വളരെ കെയർ ചെയ്തില്ലെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സീരിയസ് ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അണുബാധ നിയന്ത്രിക്കാൻ വേണ്ടി നിയന്ത്രിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ക്രാൻബെറി. ക്രാൻബെറി എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ലൈഫിൽ നമുക്ക് അതിന്റെ ഭാഗമാക്കുക. ക്രാൻബെറി വളരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പോളിക്യാൻ പ്ലസ് ഹിമോഗ്ലോബിന്റെ പിന്നെ അളവ് പിന്നെ നിലനിർത്താൻ മെച്ചപ്പെടുത്താനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പോളിക്യാൻ പ്ലസ്. പിന്നെ ലേഡീസ് ഒക്കെ തീർച്ചയായിട്ടും പിന്നെ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ശതാവരി മാക്സ് പ്രത്യുൽപാദന ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ഹോർമോണുകളെ സന്തുലമാക്കുകയും ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതായത് സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാനാണ്. അതായത് ചിലപ്പോൾ ഇറഗുലർ പീരിയഡ്സ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ശതാവരി മാക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ശതാവരി കിഴങ്ങ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. 100% നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മൾ വെസ്റ്റേജിന്റെ ആയതുകൊണ്ട് പിന്നെ അല്ലാതെ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യത്തില്ല എന്ന് നമുക്ക് 100% വിശ്വസിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഹോർമോൺ ഇംബാലൻസ് അല്ലെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോൺ ഇംബാലൻസ്, ഇത് പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടാവും അല്ലെ ആ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ. തീർച്ചയായിട്ടും നമുക്ക് ഈ ശതാവരി മാക്സ് വളരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഹെയർ ആൻഡ് സ്കിൻ നൈൽസ്, ഹെയർ സ്കിൻ ആൻഡ് നൈൽ, ഈ കാപ്സ്യൂൾ നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മുടിയുടെ വളർച്ച, നമ്മുടെ ചർമ്മത്തിന്റെ ഒക്കെ പിന്നെ ത്വക്കിന്റെയൊക്കെ ആരോഗ്യത്തിന്, പിന്നെ നഖങ്ങള് ആരോഗ്യത്തിന് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ അറിയാതെ ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ച് അധികം എക്സ്ട്രാ കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും ആവാനും പോകുന്നില്ല. കാരണം ഇത് ഹൈ ഡോസ് കൂടിയ ഒരു ഒന്നും അല്ല. സാധാരണ നമ്മൾ ഓരോ എന്തെന്നാ ഉണ്ടാക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ നമ്മൾ പ്രൊഡക്റ്റുകൾ. അങ്ങനെ ഒരു സിന്തറ്റിക് ആയിട്ട് പ്രൊഡക്റ്റുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ആയിഷാന്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ആയിഷാന്തയുടെ പ്രൊഡക്റ്റുകളുണ്ട്. ആയുർവേദിക് 100% ആയുർവേദിക് ആയിട്ടുള്ള ആയിഷാന്റെ പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ വരുന്നത് പ്രോക്കാർഡ് വരുന്നുണ്ട്. നമ്മുടെ പിന്നെ കൊളസ്ട്രോൾ ഒക്കെ ലെവൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഗ്ലൂക്കോ ഹെൽത്ത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവല് ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോ ഹെൽത്ത്. ഇതിന് ഷുഗർ പേഷ്യന്റ് സാധാരണ ഉപയോഗിക്കേണ്ട ആൾക്കാർ കേട്ടോ. ഗ്ലൂക്കോ ഹെൽത്ത് ബിഫോർ ഫുഡാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഷുഗർ പേഷ്യന്റ് ആണ് ഗ്ലൂക്കോ ഹെൽത്ത് ബിഫോർ ഫുഡ് ഉപയോഗിക്കാം. പിന്നെ ആഫ്റ്റർ ആയിട്ട് നീമും പ്ലസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ട് വരും. ഓക്കെ. നെക്സ്റ്റ് കിഡ്നി ഹെൽത്ത്. നമുക്ക് കിഡ്നി ഇഷ്യൂസ് ഉള്ളവർക്കല്ല കേട്ടോ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കിഡ്നി ഹെൽത്ത്. എന്തായാലും നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് നമുക്ക് ഇയർലി ഓൺസ് നമുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ശരീരത്തിന്റെ എന്തായാലും നമ്മുടെ കിഡ്നി സ്റ്റാറ്റസ് എങ്ങനെയാണ്, നമ്മുടെ ഹാർട്ടിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇയർലി ഓൺസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ബേസിൽ നമുക്ക് സപ്ലിമെന്റുകൾ കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് കെയർ, നമ്മുടെ ശരീരത്തിന്റെ പ്രോസ്റ്റേറ്റ് കെയറിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ അത് ജെൻസിന്റെ പ്രൊഡക്റ്റ് കേട്ടോ, പ്രോസ്റ്റേറ്റ് കെയർ. നെക്സ്റ്റ് വൈറ്റൽ കോംപ്ലക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഐ സപ്പോർട്ടിന്, കണ്ണിന് നമ്മുടെ ഐ സപ്പോർട്ടിന്റെ കൂടെ വൈറ്റൽ കോംപ്ലക്സ് കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ കോശങ്ങളെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റൽ കോംപ്ലക്സ് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോക്സ് ക്ലീനിങ്. ടോക്സ് ക്ലീനിങ് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ അല്ലെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ എത്ര സപ്ലിമെന്റ് എടുത്താലും അതിന്റെ ചില നമ്മുടെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നുണ്ടാവില്ല. ടോക്സ് ക്ലീൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ടോക്സ് ക്ലീൻ നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. വളരെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനും നമ്മുടെ പിന്നെ രക്തം ശുദ്ധീകരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ലിവർ ഹെൽത്ത്, ലിവറിന്റെ ഹെൽത്ത് അല്ലെ, നമ്മുടെ ആരോഗ്യപരമായ കരളിന് അല്ലെ, കരളിന് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ട ഭാഗമാണ് കരൾ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് അവിടെ എത്താണ് എല്ലാം പിന്നെ കരളിന് ഇഷ്യൂസ് വന്ന് നമുക്ക് ശരീരത്തിന് മൊത്തം പിന്നെ എല്ലാം കൊളാപ്സ് ആവുന്ന ഇതാണ്. അപ്പൊ ലിവർ ഹെൽത്ത് നമുക്ക് ഉപയോഗിക്കുക. നമുക്ക് പിന്നെ നെക്സ്റ്റ് റെസ്പോ കെയർ. ചിലവർക്ക് ശ്വാസകോശ സംബന്ധമായ ഇഷ്യൂസ്, അതുപോലെ തന്നെ മാറാത്ത ചുമ, കഫക്കെട്ട് ഒക്കെ ഉണ്ടാവുന്നില്ലേ. അപ്പൊ റെസ്പോ കെയർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ പ്രൊഡക്റ്റ് ആണ്, ഉപയോഗിക്കാവുന്നതാണ്. ഇൻവിഗോയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, ഇൻവിഗോ ബ്രാൻഡ്. ഇൻവിഗോയുടെ വെസ്റ്റേജിന്റെ തന്നെ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഷുഗർ ആഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുതിർന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ, കുഴപ്പമൊന്നുമില്ല. മിൽക്ക് പൗഡർ പോലത്തെ സാധനം വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടോ പാലിൽ ഉപയോഗിച്ചിട്ടോ കഴിക്കാവുന്നതാണ്. പിന്നെ വാനില അല്ല ചോക്ലേറ്റ് ബ്രാൻഡ് പിന്നെ ഫ്ലവറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു നമ്മുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ പഞ്ചതുളസി.
അല്ലെ? പഞ്ചതുളസി എല്ലാവർക്കും അറിയാം. ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഇതിന്റെ ഉപയോഗങ്ങൾ ഒരുപാട് ഒട്ടനവധി ഉപയോഗങ്ങളാണ്. ഇതില് പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് 2 ഡ്രോപ്പ്, 2 3 ഡ്രോപ്പ് ഉപയോഗിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ശരീരത്തിലുണ്ടാവും, ചിലവർക്ക് പെയിൻ ഉണ്ടാവില്ല, വയറ് സ്റ്റൊമക്ക് പെയിൻ ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പല്ലുവേദന, അതുപോലെ തന്നെ തലവേദനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഒരുപാട് എക്സ്പെൻസ് ഒരാൾക്ക് വന്നിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. അപ്പൊ പഞ്ചതുളസി നമ്മുടെ വീട്ടിലൊരു പിന്നെ വീട്ടിൽ തന്നെ വെക്കുക. 1 2 എന്തായാലും സ്റ്റോക്ക് ആക്കി വെക്കുക, അല്ലെങ്കിൽ 2 3 പീസ് വെക്കുക. കാരണം ആരെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ട് ആരെങ്കിലും ഒരാൾ ചോദിക്കും, അവർക്ക് അതേ പിന്നെ നമ്മുടെ സെല്ലിംഗ് പ്രൈസിന് കൊടുക്കാവുന്ന ചെയ്യുന്നതാണ് കേട്ടോ. പഞ്ചതുളസിക്ക് ഒരിക്കലും നിങ്ങൾ വാങ്ങി വെച്ചാൽ നഷ്ടം വരത്തില്ല. വാങ്ങി ഉപയോഗിക്കുക, അതിന്റെ റിസൾട്ട് സ്വന്തമായിട്ട് തന്നെ അറിയുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അഗ്രി പ്രൊഡക്റ്റ് ഒരുപാടുണ്ട് അല്ലെ? അഗ്രിയുടെ സെഷൻ നമുക്ക് സെപ്പറേറ്റ് വെക്കാം. അഗ്രിക്ക് ഒരുപാട് നമുക്ക് 8 പ്രൊഡക്റ്റുകൾ ഉണ്ട് അഗ്രിക്ക്. വളരെ ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല റിസൾട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അഗ്രി പ്രൊഡക്റ്റിലോട്ട് നമ്മൾ കൂടുതൽ പോകുന്നില്ല. അപ്പൊ ഇതില് പിന്നെ നമ്മുടെ കാറ്റലോഗിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഗ്രി സെഷൻ നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വെക്കാം. ഇപ്പൊ തന്നെ നമുക്ക് 1 മണിക്കൂർ ആവാറായി. നെക്സ്റ്റ് ഹെൽത്ത് ഫുഡിലോട്ട് പോവാണെങ്കിൽ ശരീരത്തിന്റെ ഭക്ഷണം അല്ലെ? നമുക്ക് പിന്നെ എന്താ പറയാ, ഭക്ഷണം നമ്മൾ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. റൈസ് പാൻ ഓയിൽ, തവിടെണ്ണ, നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എണ്ണ എന്ന് പറയുന്നത്. നമ്മൾ വെളിച്ചെണ്ണയും വില കുറഞ്ഞ പല പല എണ്ണകളും ഉപയോഗിക്കുന്നുണ്ട്, പാം ഓയിലൊക്കെ അല്ലെ? അത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് നമുക്ക് ഒരിക്കലും യാതൊരു ഐഡിയ ഇല്ല. നമ്മുടെ റൈസ് പാൻ തവിടെണ്ണ ധൈര്യമായിട്ട് ഉപയോഗിക്കുക. കൊളസ്ട്രോൾ ഇല്ല അതിന്റെ. പിന്നെ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സ്മോക്കിംഗ് ആവും അല്ലെ? അതായത് പെട്ടെന്ന് കത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ റൈസ് പാൻ ഓയിൽ ആണെങ്കിൽ അതിന്റെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ, അതിന്റെ പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ചൂടാക്കിയാൽ അത് പിന്നെ കത്തിപ്പോയില്ല. അത് റീയൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? വെളിച്ചെണ്ണയൊക്കെ റീയൂസ് ചെയ്യുമ്പോൾ അത് വീണ്ടും കരിയായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുക. അത് തീർച്ചയായും ശരിക്കും പോയിഷൻ ആണ്, വിഷമായിട്ട് ശരീരത്തിൽ വരും. പക്ഷെ റൈസ് പാൻ ഓയിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒമേഗ 3 ഒമേഗ 6 കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് എണ്ണ ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ ആൾക്കാരിലോട്ട്, അടുത്തുള്ള ആൾക്കാരിലോട്ട് ചെറിയ 100 ml 50 ml ജസ്റ്റ് ബോട്ടിൽ എടുത്ത് കൊടുക്കുക. ഒന്ന് ഉപയോഗിച്ച് വന്നിട്ട് കൊടുക്കുക. അവർ ഉപയോഗിക്കും. നാളെ നാളെ മുതൽ നിങ്ങളുടെ കസ്റ്റമറായിട്ട് വരും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ കസ്റ്റമറായിട്ട് വരും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, നമ്മൾ മിക്ക ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ഉപയോഗിക്കാവുന്നതാണ്. പാലിലോ വെള്ളത്തിലിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഷുഗർ പേഷ്യന്റിനും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ഫ്രഷ് ഡ്രിങ്ക്. നമ്മുടെ ടാങ്ക് അതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ നാട്ടിൽ, വെള്ളത്തിലിട്ട് കുടിക്കുന്ന. തീർച്ചയായിട്ടും അതിലൊക്കെ ഒരുപാട് നമുക്ക് ശരീരത്തിന് ഹാനികരമായ ഒരുപാട് പിന്നെ ഇത് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് ഇൻവിയുടെ പ്രോട്ടീൻ, നമ്മുടെ ഈ ഫ്രഷ് ഡ്രിങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പിന്നെ ഹെൽത്ത് ഉണ്ടാക്കുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നത്, എനർജിയും കൂടി ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ടീ ഉണ്ടല്ലേ? പിന്നെ പിന്നെ സെറ്റ ടീ, അതായത് നമ്മുടെ നോർമൽ ടീ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മസാല ടീ, പിന്നെ കോഫി. പിന്നെ കുട്ടികൾക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ടത് ചോക്ലേറ്റ്, ചോക്കോബാർ. പക്ഷെ അതുപോലെ കുട്ടികൾക്ക് ഒരു ഇഷ്യൂസും ഇല്ലാതെ നമ്മുടെ ബ്ലാക്ക് സീഡിന്റെ ഒക്കെ ചോക്കോ ബാർസ് ഒക്കെ ഉണ്ട്, എനർജി സ്നാക്ക് ബാർസ് ഒക്കെ. അതും കൂടി നിങ്ങൾ ഓർഡർ ചെയ്യുക അതിന്റെ കൂടെ കുട്ടികൾക്കും കൂടി. ഓക്കെ. നല്ല എനർജി ഫ്രഷ് എനർജി ഡ്രിങ്ക്സ് ആണ്, എനർജി പിന്നെ സ്നാക്ക് ബാർസ് ആണ്. അതുപോലെ നെക്സ്റ്റ് വരികയാണെങ്കിൽ ടൂത്ത് പേസ്റ്റ് അല്ലെ? സാധാരണ ടൂത്ത് പേസ്റ്റ് അല്ല, പിന്നെ ഗാനോ ടൂത്ത് പേസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വലിയ ഗാനോ എന്ന് പറഞ്ഞാൽ നേരത്തെ കാനോഡർമ പറഞ്ഞില്ല, നേരത്തെ കാനോഡർമ അതും തന്നെ ഉണ്ടാക്കുന്ന ഗാനോ ടൂത്ത് പേസ്റ്റ് ആണ്, മഷ്റൂം ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായും അതില് പിന്നെ ദന്തക്ഷയം, പല്ലുകളിൽ പിന്നെ കാവിറ്റി തടയുന്നു. അതുപോലെ തന്നെ വായനാറ്റം, മോണരോഗം എന്നിവ ചെറുക്കുന്നു. നിങ്ങളുടെ വായ ഫ്രഷ് ആയി സൂക്ഷിക്കുന്നു. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളിത് വാങ്ങി ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരൊന്ന് പറയുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്. ചിലവർക്ക് പല്ലിന് കറ ഉണ്ടാവും അല്ലെ? കറ കായുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്. പിന്നെ അതില് ചിലപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആയിരിക്കാം, അല്ലാതെ നോർമൽ വരുന്ന കളറായിരിക്കാം. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. കൂടാതെ ഒരു നീമിന്റെ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, നീം. അതായത് പിന്നെ നോർമൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ആദ്യരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പല്ല് വേദനയൊക്കെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമുക്ക് നോർമൽ ലൈഫിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാനൊരു 4-4.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 4 വർഷത്തിലധികമായി. എനിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇതൊരു പല്ല് വേദന അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഡെന്റൽ ഡോക്ടർ അതെനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ നീമിന്റെ ടൂത്ത് പേസ്റ്റ് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മൗത്ത് വാഷ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. ബ്രഷ് 4 ബ്രഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഒരാൾക്ക് 4 ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു 2-3 മാസം കഴിയുമ്പോൾ ഒരു ബ്രഷ് റീപ്ലേസ് ചെയ്യാണ്. ഇത് ഒരാൾക്കുള്ള കിറ്റാണ്. 3 മാസം കഴിയുമ്പോൾ ഒരു ബ്രഷ് ചേഞ്ച് ചെയ്യുന്നു. ഒരു വർഷത്തേക്ക് 4 ബ്രഷ്. അങ്ങനെയാണ് നമുക്ക് 4 ബ്രഷും അവിടെ ഒരു സെറ്റായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഹൈവെസ്റ്റിന് അറിയാലോ, നമുക്ക് കിച്ചണിൽ കയറുകയാണെങ്കിൽ ഇതില് നമ്മുടെ ഹാൻഡ് വാഷ് മിക്ക ആൾക്കാരുടെയും പിന്നെ അമ്മമാരെ ആയിക്കോട്ടെ ആരായിക്കോട്ടെ കൈ കണ്ടാ അറിയാമല്ലേ? ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ഈ ഡിറ്റർജന്റ് പൗഡർ തുണി കഴുകിയിട്ടും പാത്രം കഴുകിയിട്ട് കൈയുടെ ഭയങ്കര മൃദുലമായിട്ട് ഒരു എന്താ പറയാ കയ്യിൽ ചൊറിച്ചലോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. കാരണം കെമിക്കൽ അടങ്ങിയ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്.
വാഷിംഗ് പൗഡർ ആയിക്കോട്ടെ, ഡിഷ് വാഷ് ആയിക്കോട്ടെ, കെമിക്കൽ ആയിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു കെമിക്കൽ അടങ്ങാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് റിസൾട്ട് കാണും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾ വീട്ടിൽ ആരും വാങ്ങിയിട്ടുണ്ടെങ്കിലോ ഈ സാധനങ്ങൾ കുറച്ച് അവർക്ക് അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അതിനുശേഷം അവർക്ക് അറിയാം, അവർ ഉപയോഗിച്ചോട്ടെ, പിന്നെ അവർ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർ. പിന്നെ ഫ്ലോർ ക്ലീനർ ഒരുപാട് റിവ്യൂ ഉണ്ട് നമുക്ക്. കാരണം കാലകാലമായിട്ട് പിന്നെ മാറാത്ത കറകളൊക്കെ മാറുന്നുണ്ട്. ടോയ്ലറ്റിലായിക്കോട്ടെ ഉപയോഗിക്കാം, ടോയ്ലറ്റ് ടൈൽസ് ഉപയോഗിക്കാം, വീട്ടു ടൈൽസ് ഉപയോഗിക്കാം, എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലോർ ക്ലീനർ, അൾട്രാ സ്ക്രബ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ സ്റ്റിക്ക് ഉണ്ടല്ലോ, അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ അൾട്രാ ഗാർഡ് ഉണ്ട്. ഒക്കെ നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മുടെ തുണി അൾട്രാ വാഷ് ഉണ്ട്. തുണി കഴുകാൻ ഉപയോഗിക്കുന്ന പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. അൾട്രാ വാഷ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. വളരെ അത് പിന്നെ എന്താ പറയാ, വളരെ ചെറിയ അടപ്പുണ്ടല്ലോ, അടപ്പിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി നമ്മൾ കേട്ടോ. അത് വിഘടിച്ചുകൊണ്ട് കൂടി വന്നിട്ട് അത് പിന്നെ നിരയും പതയൊന്നും അധികം കാണത്തില്ല. പക്ഷെ ഡ്രസ്സ് നല്ല ഇതായിരിക്കും, ഒരു ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ മിക്ക ആൾക്കാർക്ക് ഉപയോഗിക്കുമ്പോൾ ഇച്ചിങ് ഒക്കെ വരുന്നുണ്ട്, വെയിലൊക്കെ കൊള്ളുമ്പോൾ വേർക്കുമ്പോൾ ഇച്ചിങ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയുള്ള കെമിക്കൽ ഒന്നും അടങ്ങാത്തോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ് ആണിത്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ കെയർ. പേഴ്സണൽ കെയർ നമുക്കറിയാം, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പേഴ്സണൽ കെയറിൽ. നമുക്ക് ഏതൊരാൾക്കും പിന്നെ സൗന്ദര്യം അല്ലെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് സൗന്ദര്യത്തിന് ആവശ്യമായ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഉണ്ട്. ഇതില് പിന്നെ മുടിയുടെ ആരോഗ്യത്തിനുള്ള പിന്നെ ഹെയർ ഓയിൽ ഉണ്ട്. ഹർണിക്ക ഫ്ലവറിന്റെ ഹെയർ ഓയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അഥവാ ഉപയോഗിച്ച റിസൾട്ടില്ലേ തിരിച്ചു കൊടുത്തോളൂ, അത്രയ്ക്കും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ ഹെയർ സ്പാ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ പെയിൻ റിലീഫ് ബാം ഉണ്ട്. ഓക്കെ. പിന്നെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, നമ്മുടെ തലമുടി കൊഴിയുന്നതിന് ഷാമ്പു ഉണ്ട്. പിന്നെ നമുക്ക് ഡെയിലി കെയർ ഷാമ്പു ഉണ്ട്. ഡീപ് ക്ലെൻസിങ് ഷാമ്പു ഉണ്ട്. നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പു ഉണ്ട്. പിന്നെ ഡിയോഡ്രന്റ്, TFM 76 മുകളിലുള്ള സോപ്പാണ്. സാധാരണ സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് TFM കുറഞ്ഞ സോപ്പാണ്, ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ് TFM 76 എന്ന് പറഞ്ഞാൽ. ഒരുപാട് സോപ്പുകളുണ്ട്. പിന്നെ ജം പ്രൊട്ടക്ഷൻ സോപ്പുകളുണ്ട്. പിന്നെ ഡിയോഡ്രന്റ്, മെൻസ് ആയിക്കോട്ടെ ലേഡീസിന്റെ ആയിക്കോട്ടെ ഡിയോഡ്രന്റ്. പിന്നെ ലേഡീസിന് ഉപയോഗിക്കുന്ന പിന്നെ പൗഡർ ഉണ്ടല്ലോ, ബോഡി ടാൽക്കം പൗഡർ ഉണ്ട്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഹാൻഡ് വാഷ്, പിന്നെ ബേബി ക്രീം. അത് നെക്സ്റ്റ് വരുന്നത് ബോഡി ലോഷൻ, പിന്നെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വിറ്റമിൻ സി സിറം. പിന്നെ അങ്ങനെ ഒട്ടനവധി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 450 കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ മിക്കവാറും പറഞ്ഞു വരുന്ന വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് വരികയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പപ്പായ സ്ക്രബ്, മഡ് മാസ്ക്, അതുപോലെ തന്നെ പീൽ ഓഫ് മാസ്ക്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി ഹെയർ മാസ്ക്, ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് നോക്കുക. ഹെയർ സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ, ഹെയർ മാസ്ക് ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് നോക്കുക. എന്നിട്ട് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും കുറച്ചൊന്ന് കൊടുത്തു നോക്കുക അവർക്ക്. അപ്പം തീർച്ചയായിട്ടും അവർ നിങ്ങളെ കസ്റ്റമർ ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വരും. നെക്സ്റ്റ് അറിയാലോ, പെർഫ്യൂംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കമ്പനിയിൽ. നെക്സ്റ്റ് വരുന്നത് എയർ പ്യൂരിഫയർ, സോറി വാട്ടർ പ്യൂരിഫയർ. 2 തരത്തിലെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. ഷാർപ്പിന്റെ ആണ് കമ്പനി, വെസ്റ്റീജിന്റെ ആണ്. ബട്ട് വെസ്റ്റീജ് പാറ്റന്റ് എടുത്തിരിക്കുകയാണ്. ഇത്ര വർഷത്തേക്ക് നമ്മൾ വെസ്റ്റീജ് മാത്രമേ സെയിൽ ചെയ്യുള്ളൂ എന്നുള്ളത് പാറ്റന്റ് എടുത്തിരിക്കുകയാണ്. വേറെ കമ്പനി ഷോപ്പുകളിൽ നിന്ന് കിട്ടൂല ഈ മോഡല്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകൾക്ക് ആവശ്യമുള്ള പിന്നെ ഇന്റിമേറ്റ് വാഷ് അല്ലെ, നമ്മുടെ പിന്നെ വെള്ളത്തിന്റെ അതേ PH ആണ്. നമുക്ക് മിക്ക ആൾക്കാർക്കും പേടിയാവുന്നുണ്ടാവും ഇതൊക്കെ ഉപയോഗിക്കാൻ കെമിക്കൽ അല്ലേ എന്നല്ലേ. പക്ഷെ ഇതിന്റെ PH നോക്കുകയാണെങ്കിൽ വാട്ടറിന്റെ അതേ PH ആണ്. മനസ്സിലായില്ലേ? മറ്റുള്ള സോപ്പുകളോ പിന്നെ ഒക്കെ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. അതൊക്കെ വളരെ ഹാംഫുൾ ആണ്, ശരീരത്തിന് ദോഷകരം ഉണ്ടാക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റിമേറ്റ് വാഷ് തന്നെ ഉപയോഗിക്കുക വെസ്റ്റീജിന്റെ. അതുപോലെ തന്നെ ഡീ ഗാർഡന്റെ പിന്നെ സാനിറ്ററി നാപ്കിന്. തീർച്ചയായിട്ടും അതില് പിന്നെ മറ്റുള്ള ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ പിന്നെ വളരെ ചെറിയ പൈസ മാർക്കറ്റ് കിട്ടുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് പിന്നെ യൂട്രസിനെ ബാധിക്കുന്നത് കാരണമാവുന്നതാണ്. പിന്നെ നിങ്ങൾ മാർക്കറ്റ് കിട്ടുന്ന വളരെ വില കുറഞ്ഞ സാധനങ്ങൾ. തീർച്ചയായിട്ടും പിന്നെ ഡീ ഗാർഡിന്റെ പ്രൊഡക്റ്റോട്ട് മാറ്റുക. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഡീ ഗാർഡിന്റെ സാനിറ്ററി നാപ്കിന്. ഇത് പുതിയതായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ, പുതിയൊരു മോഡൽ കൂടി ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ട്രൂമാൻ അല്ലെ, മെൻസിന്റെ പ്രൊഡക്റ്റ്. പിന്നെ ഷേവിംഗ് ക്രീമായിട്ടും സോപ്പായിട്ടും ഡിയോഡറായിട്ടൊക്കെ ആയിട്ടുണ്ട്. നല്ല ഹാർഡ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. പിന്നെ സൗന്ദര്യം വസ്തുക്കൾ എന്താ പറയാ, നമ്മുടെ ഇതില് നൈൽ പോളിഷ്, മിസ്റ്റർ ഓഫ് മില്ലിന്റെ പിന്നെ മസ്കാര, പിന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കും.
ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കുറേ കാലത്ത് മതിയാവും കേട്ടോ. വളരെ ചെറിയ പിന്നെ ചെറിയ ബോട്ടിലാണെങ്കിലും നല്ല കൂടിയ അളവിൽ ഉണ്ട്. വളരെ കുറച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരുപാട് പിന്നെ കളർ കോസ്മെറ്റിക്സ് നമുക്ക് മിസ്റ്റർ ഓഫ് മിലന്റെ ഉണ്ട്. മിസ്റ്റർ ഓഫ് മിലൻ വെസ്റ്റ് ഇന്ത്യ തന്നെയാണ്. അത് ബെലിനോയുടെ പ്രൊഡക്റ്റുകളുണ്ട്. ബെലിനോയുടെ സ്കിൻ ഫോർമുല 9 പ്രൊഡക്റ്റുകളുണ്ട്. അതായത് നമ്മുടെ കണ്ണിന് താഴെ ബ്ലാക്ക് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ ഐ സിറം, അതുപോലെ തന്നെ സ്കിൻ ഫോർമുല 9. പിന്നെ നമ്മുടെ മൂക്കുരു ഉണ്ടല്ലോ, ചിലർ മൂക്കുരുവിന്റെ പാടുകൾ മാറത്തില്ല, അതിനെ മാറ്റാനുള്ളതും, അതുപോലെ മൂക്കുരു വരുമ്പോൾ ഉപയോഗിക്കാൻ സ്കിൻ ഫോർമുല 9 പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ ബ്രൈറ്റനിങ് ക്രീം ഉണ്ട്. ചിലവർ ചോദിക്കാറുണ്ട്, സാർ എനിക്ക് വെളുക്കാനുള്ള പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ. ശരിക്കും നമ്മുടെ പിന്നെ വൈറ്റനിങ് ക്രീം അല്ല കേട്ടോ, ബ്രൈറ്റനിങ് ആണ്. നമ്മുടെ കളർ ഏതാണ് അതിന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് കേട്ടോ. ബ്രൈറ്റനിങ് ക്രീം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ എപ്പോഴും ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റുകളുടെ പിന്നെ സുരക്ഷ അല്ലെ, സുരക്ഷിതമാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? നമ്മുടെ ISO പ്രൊഡക്റ്റ് ആണോ, പ്രൊഡക്റ്റിന് പിന്നെ അവർ ചെക്കിങ്ങിന് ശേഷമാണോ വന്നിരിക്കുന്നത്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതൊക്കെ നോക്കൂ അല്ലെ. അതൊക്കെ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് കമ്പനിക്ക് ആണെങ്കിൽ എല്ലാവിധ സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ 100% സേഫ് ആണ്. പിന്നെ നമുക്ക് ഫാക്ടറി ഹിമാചൽ പ്രദേശിൽ പിന്നെ ഫാക്ടറി ഉണ്ട് കമ്പനിക്ക് സ്വന്തമായിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വെസ്റ്റേജിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് ഭാവിക്കായിട്ട് നമുക്ക് ചേരാവുന്നതാണ്. ഇനി അതിന്റെ പിന്നെ ഇൻകം പ്ലാൻ കൂടി ഉണ്ട്. നമുക്ക് ഓൾറെഡി സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഇൻകം പ്ലാൻ മാത്രമായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഇൻകം പ്ലാനിലോട്ട് പോകുന്നില്ല, കാരണം അത്രയ്ക്കും അതും പറയുകയാണെങ്കിൽ വീണ്ടും ഒരു 1.5 മണിക്കൂർ പോകും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അല്ലെ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും പ്രൊഡക്റ്റ് സെഷൻ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് സെഷൻ വെച്ചിട്ടില്ല, കാരണം ഞാൻ എല്ലാ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തിയുള്ളൂ കേട്ടോ. പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ പരിചയപ്പെടുത്തിയ ഇതാണ് പ്രൊഡക്റ്റ് ഇതാണെന്നില്ല, ജസ്റ്റ് പരിചയപ്പെടുത്തി മാത്രം. നിങ്ങൾക്ക് നമ്മുടെ പിന്നെ യൂട്യൂബ് ചാനലുണ്ട്, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഒക്കെ പഠിക്കാൻ പറ്റും. അതിന്റെ ഡിസ്ക്രിപ്ഷൻ പോയി കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലല്ല, വെൽനസ് സിറ്റി എന്നൊരു ചാനലുണ്ട്. വളരെ വ്യക്തമായിട്ട് ഓരോ ഡീറ്റെയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ജസ്റ്റ് ആ ചാനലിൽ പോകുമ്പോൾ ഒരെണ്ണം മാത്രം മുകളിൽ കാണുള്ളൂ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയി കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനെ ഡീറ്റെയിൽ ഉണ്ട്. പഠിക്കുക, ഒരു ദിവസം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, ബുക്കിൽ എഴുതി വെക്കുക. കാരണം നിങ്ങൾ കൂടെ ആൾക്കാർ വരുന്നുണ്ട്, പുതിയ ആൾക്കാർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കൂടെ നിന്ന് അവർക്ക് കുറെ പഠിക്കാൻ പറ്റുന്നൊരു വിശ്വാസം അവർക്ക് വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടെ അവർ നിൽക്കുള്ളൂ. തീർച്ചയായിട്ടും പിന്നെ ഇതുപോലുള്ള സെഷൻസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഒരാൾ കൂടി ഇരിക്കണം. നിങ്ങൾ കൂടെ എല്ലാം ആരെങ്കിലും ഉണ്ടോ ബിസിനസ്സിലേക്ക്? ഇന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ മുതൽ ഒരാളെ ഇരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ തീവ്രമായി ശ്രമിക്കുക, തീവ്രമായി ട്രൈ ചെയ്യുക. ആള് വരും. ഞാൻ തീവ്രമായി കാരണം വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി അടുത്ത ബിസിനസ് ഇരിക്കുന്നതാണ്. കാരണം എന്റെ തീവ്രമായ ആഗ്രഹമാണ് അത്. അറ്റ് എനി കോസ്റ്റ് ഞാൻ പിന്നെ എവിടെയും കറങ്ങാൻ പോയില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും. നിങ്ങളും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്നൊരാളെ കയറ്റും ബിസിനസ്സിലോട്ട്. ആരെങ്കിലും എന്റെ കൂടെ വന്ന ഒരാൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരും. ആ ഒരു തീവ്രമായ ആഗ്രഹം എടുത്തോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സക്സസ് റീച്ച് ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ബേസിക് കാര്യങ്ങളെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്തേലും പിന്നെ നിങ്ങൾ ഒന്ന് അഭിപ്രായങ്ങൾ ഒന്ന് പറയാവോ, എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട്? സാറേ, ഇന്നലെ ജോയിൻ ചെയ്ത മൈമൂന